ഇരിക്കുകയാണ്. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ദിവസം തന്നെ ഇനി. ഹലോ, കേൾക്കുന്നില്ലേ? ഞാന് മദ്യപാനം അങ്ങനെ ഒരു തുടക്കത്തില് ഇതാണ് മദ്യാസക്തി ഒരു രോഗാന്നുള്ളതൊന്നും അങ്ങനെ ആ ഒരു രൂപത്തിലുള്ള ഒന്നും അറിയില്ലായിരുന്നു. കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ ഒരു വലിയൊരു കുടിയായിട്ട് അങ്ങനെ കുടിച്ചു തുടങ്ങിയൊന്നുമല്ല. കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിലൊന്നും തുടങ്ങിയ ആവുന്നില്ല. സാധാരണ ഈ കമ്പനിക്കാർ ഇപ്പൊ ഈ ബിയറൊക്കെ കഴിച്ചു കഴിഞ്ഞാല് സൗന്ദര്യം കൂടും, തടി വെക്കും ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കായിരുന്നു. ആ ഒരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് എന്റെ കുടി തുടങ്ങിയത്. ഞാൻ നല്ലൊരു ഒരു മുസ്ലിം കുടുംബത്തിലാണ് എന്റെ ജനനം. പിന്നെ വീട്ടിലങ്ങനെ ആരും കഴിക്കുന്ന ആൾക്കാരൊന്നുമില്ല. നല്ലൊരു കുടുംബം, ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു കുടുംബമാണ്. വലിയ സാമ്പത്തികമൊന്നുമില്ല. വാപ്പ ഓട്ടോ ഡ്രൈവർ. ഞാൻ ഈ ചെറുപ്പത്തില് ഈ ഹാർഡ്വെയർസിന്റെ ഒരു ഷോപ്പിലായിരുന്നു ആദ്യം വർക്ക് ചെയ്ത നാട്ടിൽ. എന്നിട്ട് ചെറിയ പ്രായം ഒരു 18-17 വയസ്സ് ആ പ്രായത്തിലാണ് ജോസി കഴിഞ്ഞ പാട് ഞാൻ പണിക്ക് കയറിക്കണം. ആ ഒരു പണിയെടുത്തിട്ടാണ് അങ്ങനെ ഒരു കുടുംബം അങ്ങനെ കഴിഞ്ഞു പോയത്. 4 ആൺകുട്ടികളെ ഇനി ഞങ്ങൾ, 3 അനിയന്മാർ, ഞാനാണ് മൂത്തത്. അതൊരു ലെവലിൽ ഇങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ജീവിച്ചു പോയ ഒരു കുടുംബം. അപ്പോ ഇതിനിടക്ക് അനിയന് ചെറിയൊരു അസുഖങ്ങൾ വന്നു. അതായത് അവര് കുട്ടികൾ കളിക്കുന്ന സമയത്ത് അപ്പോ ഈ കളിക്കുന്ന സമയത്ത് കാലിനൊരു വെട്ടുകൂടിയതാ വാളുകൊണ്ട്. ഞാൻ കളിക്കുന്ന ആ കുട്ടി എടുത്തിട്ട് വെട്ടിയതാ. കുടുംബത്തില് ഒരാളെന്നാണ്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി അവന് പ്ലാസ്റ്റർ ഇട്ട് മെഡിക്കൽ കോളേജിലായി. അങ്ങനെ ഇത് മാറി വീട്ടിൽ വന്ന് പിന്നെ അത് ഓരോരോ അസുഖങ്ങളായിട്ട് അവർക്ക് ഇടക്കിടക്ക് തന്നെ ഓരോ അസുഖങ്ങൾ വരാൻ വേണ്ടി. അപ്പൊ അത് എല്ലാവർക്കും സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി കുടുംബം. വീട്ടിലാണെങ്കിലും വാപ്പാന്റെ ഒരു വരുമാനം, എനിക്കാണെങ്കിലും ആഴ്ചയിലൊരു 300 രൂപയാണ് കൂലി കിട്ടുക. അതുകൊണ്ടൊക്കെയുള്ള ഒരു ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. സ്വന്തമായിട്ട് വീടില്ലേ. അപ്പൊ പൈസ എന്ന് പറയുന്ന ഒരു സാധനം എന്റെ ഒരു എന്താ പറയാ വല്ലാത്തൊരു സ്വപ്നം. അതുപോലെ തന്നെ ഒരു വീടാക്കണം, ഒരുപാട് പൈസ ഉണ്ടാക്കണം, ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു ചെറുപ്പത്തിൽ. ആ ഒരു പൈസയോട് വല്ലാത്തൊരു എങ്ങനെങ്കിലും ഒന്ന് ഉണ്ടാക്കണം ആ ഒരു കൺസെപ്റ്റ്. എനിക്ക് ഈ ആർട്ട് പോയിട്ടുള്ള ആ കൂലിക്കൊന്നും എനിക്ക് അവിടെ ഒരു ജോലി എടുക്കാനോ പിടിക്കാനോ തികയാത്ത പോലെ. അപ്പോ ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇങ്ങനെ ഈ സിനിമ കാണല് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അതേപോലെ ഞായറാഴ്ച ദിവസം ലീവാണ്. ആ ലീവിന്റെ ദിവസം മോർണിംഗ് ഷോ തൊട്ടിട്ട് ഞാൻ സെക്കൻഡ് ഷോ വരെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക. ഞായറാഴ്ച ഒരു ഫുൾ ലീവില് ഫുള്ളായിട്ട് സിനിമ കാണാന്നുള്ള ആ ഒരു മൂഡായിരുന്നു. അങ്ങനൊക്കെ ആയ ഒരു നല്ല രൂപത്തിൽ ഇങ്ങനെ പോയത്. അപ്പോഴാണ് ഈ അനിയന്റെ അസുഖങ്ങളും വീടില്ലാത്ത പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇതിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് കര കയറണം എന്നുള്ള ഒരു ചിന്തയും, എങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു പണിയെടുത്താണെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കണം ആ ഒരു മെന്റാലിറ്റി നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഞാൻ നാട്ടിൽ ഇതേപോലെ ഈ ഉണ്ടിന്റെ പൈസ കൊണ്ടുകൊടുക്കുന്ന ഒരു പരിപാടി കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ഇപ്പം മലപ്പുറം, അഴീക്കോട്, പിന്നെ അതുപോലെ കണ്ണൂർ, തലശ്ശേരി പറഞ്ഞ് ചുറ്റുവട്ടത്തുള്ള ഈ ഓരോരോ സ്ഥലത്തിങ്ങനെ എത്തിച്ചു കൊടുക്കണം. അപ്പോ അതിങ്ങനെ പോയി ചെറിയ ചെറിയ പൈസകൾ കിട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഞാൻ ഈ പോണ വർക്കിനും പോകുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുക്കും. ഒന്നെങ്കിൽ ഞാൻ ശനിയാഴ്ച എടുക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച എടുക്കും. അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി. അത് പോകാൻ വേണ്ടി തുടങ്ങിയപ്പം ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ കൂടി, കമ്പനിയായി. ഞാൻ കോഴിക്കോട് പിന്നെ നമ്മളെ നീ മാർക്കറ്റിന്റെ അവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലല്ല, ലോഡ്ജാണ്, ആനന്ദഭവൻ എന്ന് പറയും. അപ്പോ അവിടെ ഞായറാഴ്ച അതേപോലെ റൂം എടുത്തിട്ട് അവിടെ നമ്മളെ ഈ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ അവിടെ വരും. അപ്പൊ അവിടുന്ന് അവർ ബിയർ കഴിക്കുന്നുണ്ടാവും, മദ്യം കഴിക്കുന്നുണ്ടാവും. ഞാൻ അതിലേക്കൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പോകില്ല, കാരണം എനിക്കത് വേണ്ടാന്നുള്ളൊരു രൂപം തന്നെ. പിന്നെ ഓരോരുത്തർ ഇതേപോലെ നിർബന്ധിക്കാൻ വേണ്ടി തുടങ്ങിയപ്പം മെല്ലെ ഒന്ന് കഴിച്ചു നോക്കുക എന്നുള്ള രൂപത്തിലാണ് ഒരു ബിയറിന്റെ മുകളിലേക്ക് കുടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ തുടക്കത്തില് ഞാൻ ആ കുടിച്ച സമയത്തൊക്കെ ഞാൻ ഒരുപാട് വാള് വെച്ചു കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ തന്നെ. പിന്നെ അതൊരു 3-4 വട്ടം ഇങ്ങനെ ആയി കഴിഞ്ഞ സമയത്ത് പിന്നെ അതെനിക്കൊരു വല്ലാത്തൊരു ഇഷ്ടമായി. പിന്നെ ഈ ഞായറാഴ്ച ആവാൻ വേണ്ടി കാത്തിക്കുന്ന ആ ഒരു മൂഡായി. പിന്നെ ഞായറാഴ്ച ആവാൻ വേണ്ടി കാത്തിക്കൂല, അതിന് മുന്നേ കൂടിയോടും.
അങ്ങനൊക്കെയുള്ള ആ ഒരു ഇതിലിങ്ങനെ പോയി. പൈസയുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമായി, വണ്ടി എടുത്ത് സ്വന്തമായി. അപ്പൊ അങ്ങനൊക്കെ ആയി, കുടുംബത്തിലൊക്കെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി, നല്ലൊരു രൂപത്തിലൊക്കെ ആയി, ജീവിതം അങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു ദിവസം ഇതേപോലെ എന്റെ ഫാദർ, ഇപ്പൊ ഞാൻ പണിക്ക് നിൽക്കുന്ന ഷോപ്പിലേക്ക് ഒരു ദിവസം വന്നു. അപ്പൊ ഞാൻ അറിയില്ല, ഞാൻ അന്ന് ഇല്ല, ലീവാ. അപ്പൊ വന്ന സമയത്ത് പിന്നെ ഷോപ്പിലെ ഓണർ ചോദിച്ചു, എല്ലടോ എന്റെ കുടുംബത്തിലാരോ മരിച്ചിരിക്കുന്നു പറഞ്ഞു. ഇഷാമ അവിടെ ഇല്ലല്ലോ, ഒന്നില്ലല്ലോ, ഒന്ന് ലീവാണല്ലോ. അപ്പൊ അന്നാണ് വാപ്പ. അപ്പൊ വാപ്പ പറഞ്ഞത് ഞാൻ ലീവാണ്, വീട്ടിൽ നിന്ന് ഞാൻ പണിക്കെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്, ഷോപ്പിലെത്തിയിട്ടില്ല. അപ്പൊ ആരോ മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ ലീവ് എടുത്തതാണ്. അപ്പൊ അത് വീട്ടില് വാപ്പ വന്ന് ആകെ വിഷയങ്ങളായി. അപ്പൊ ഇതിന് മുന്നേ ഞാൻ ലീവ് എടുത്ത കാര്യങ്ങളൊക്കെ അവിടെ സംസാരങ്ങളായി, സംസാരിച്ച് അവർ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിൽ ലീവാണ്. അങ്ങനെ വാപ്പ ഇത് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി, എന്റെ പരിപാടികൾ എന്താണെന്നുള്ളത് പല ആൾക്കാരുടെ അടുത്തും നോക്കി, എന്റെ കമ്പനിക്കാരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ നാട്ടിലെ ആ ബന്ധങ്ങളായിട്ടുള്ള ആൾക്കാരായിട്ടൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു, അങ്ങനെ ഈ പണിക്ക് പോണ ദിവസങ്ങളൊന്നും ആരോടും പറയലൊന്നുമില്ല. അപ്പോ ഇതിങ്ങനെ ഓരോരുത്തർ വെച്ചിട്ട് ഇന്ന് അവിടെ കാണും, ടൗൺ കാണും, ചെറിയ പ്രായമാണ്. കോഴിക്കോട് സിറ്റിന്റെ ഉള്ളിൽ വാപ്പ വണ്ടി ഓടിക്കുന്ന ആളായത് കൊണ്ട് ഒരുപാട് ഡ്രൈവർമാരായിട്ട് ബന്ധങ്ങളാണ്, പല സ്ഥലത്തും തന്നെ ആൾക്കാർ കണ്ട അവസരങ്ങൾ ഉണ്ടാവുകയും ഇപ്പൊ വീട്ടിലൊന്ന് സംസാരമായി. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിലുള്ള ജോലി ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു വർക്കിലേക്ക് തന്നെ ഇറങ്ങി. വർക്കിലേക്ക് ഇറങ്ങിയ സമയത്ത് പിന്നെ കുറെ ഞാൻ കണ്ണൂര്, മംഗലാപുരം ആ ഭാഗത്തേക്കുള്ള ഓട്ടങ്ങൾ, അതൊക്കെ ആയി, കുഴപ്പങ്ങളൊന്നും ഇല്ല, നല്ല സുഖമായിട്ട് ജീവിച്ച്, പണമുണ്ട്, അതിന്റെ കൂടെ മദ്യപാനം നടന്നു പോകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ആ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചു പോണ സമയത്ത് പെട്ടെന്നൊരു ദിവസം ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. അതായത് ഞാൻ മംഗലാപുരത്ത് നിന്ന് വരുന്ന സമയത്ത് മാഹിയിൽ സാധനം വാങ്ങി, മാഹിയിൽ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ ഞാൻ പിന്നെ ബാറ് കയറിക്ക് അടിച്ച്, ചെറിയ ബാറ് കയറിക്ക് അടിച്ച്, ബാക്കിയുള്ള സാധനം ഞാൻ വണ്ടിയിൽ വെച്ച്, വണ്ടിയുടെ ഗ്ലാസ് ഒഴിച്ച് അടിച്ച് വരുന്ന സമയത്ത് മാഹി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുഞ്ഞിപ്പള്ളി എത്തി. കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് അതേപോലെ എന്റെ ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ച സമയത്ത് എനിക്കറിയില്ല ആരാന്നുള്ളതൊന്നും. വണ്ടി സൈഡാക്കാൻ വേണ്ടി പറഞ്ഞ ഞാൻ വണ്ടി സൈഡാക്കി നോക്കുമ്പോൾ ഒരു പോലീസുകാര് പിടിച്ച്, അവർക്ക് ആരോ ഇൻഫർമേഷൻ കൊടുത്തതാണ് വണ്ടിയിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ പിടിച്ച് വണ്ടി നോക്കുമ്പോൾ 12 സ്റ്റേഷനിലായി. അങ്ങനെ അത് പിന്നെ ഞാനിത് ഇത് തന്ന ആൾക്കാരെ, സെറ്റ് ചെയ്ത് തന്ന ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഒരു വിഷയങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ പോയി. കേസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ വണ്ടി മദ്യപിച്ച് വണ്ടി ഓടിച്ച് എന്നുള്ളൊരു ലെവലിലാണ് ഇത് വന്നിട്ട് അതിനുള്ള ഫൈന് കാര്യങ്ങളൊക്കെ അടച്ച് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തില. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ആകെ വിഷയങ്ങളായി ഞാൻ കള്ളു കുടിക്കുന്ന കേസ് വീട്ടിലിറങ്ങി, ആകെ പ്രശ്നം, ബഹളം. അങ്ങനെ വാപ്പന്റെ അടുത്ത് പല ആൾക്കാരും പറയാൻ വേണ്ടി തുടങ്ങി, എന്റെ ഒരു പല അവിടെ കാണലുണ്ട്, ഇവിടെ കാണലുണ്ട്, പരസ്യമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്, കള്ളു കുടിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, വലിയ വലിയ ആൾക്കാരായിട്ടാണ് അവന്റെ കമ്പനി. ഈ കമ്പനി പോയി കഴിഞ്ഞ് ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നാളത്തേക്ക് എങ്ങനെങ്കിലും ഒരു വിസ എടുത്തിട്ട് വീട്ടിലേക്ക് കയറ്റി വിടാൻ വേണ്ടി നോക്കുക, അതാണ് നന്നാവുക. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവനാകെ വഷളായി പോകും എന്നുള്ള രൂപത്തിൽ പാപ്പന്റെ പല ആൾക്കാരും പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ് ശരി എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോഴേക്ക് ഞാനും കുറച്ച് ഒരു 2-3 മാസം വരെ ഞാൻ പിന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി തുടങ്ങി. കാരണം ഓരോ പ്രശ്നങ്ങൾ, കുടിച്ചിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ, കമ്പനിക്കാരായിട്ടുള്ള വിഷയങ്ങൾ, പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കോട് ജില്ലയിലുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഞാൻ എത്തിപ്പോയി. അപ്പൊ വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളൊക്കെ ആയ സമയത്ത് ഇതൊക്കെ വീട്ടിലിറങ്ങപ്പോ എല്ലാവർക്കും ഒരു പേടിയായി. കാരണം നാളത്തേക്കുള്ള എന്റെ ജീവിതത്തിനെ പറ്റി ആലോചിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ വാപ്പ പറയും, ഇവിടെ നിന്നാൽ ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്റെ ഉമ്മന്റെ ആങ്ങളുടെ കെയർ ഓഫിൽ ഒരു വിസ സംഘടിപ്പിച്ചിട്ട് ഞാൻ സൗദിയിലേക്ക് വിസ ശരിയാക്കി സൗദിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ നാട്ടിൽ നിന്നതിന് ശേഷം സൗദിയിലെത്തിയപ്പോഴും എന്റെ ചിന്ത തന്നെയാണ് എങ്ങനെയെങ്കിലും ഒന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ലെവലിലുള്ള ഒരു വീട് സ്വന്തമായിട്ട് വേണം. കാരണം വീടില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ വാപ്പ അങ്ങനെ സംസാരിക്കുന്ന എപ്പോഴും കേൾക്കുന്നു. വാപ്പന്റെ ഏറ്റവും വലിയൊരു വിഷമമുള്ള ഒരു കേസ്, എന്റെയും മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ അത് നടത്തണം, പിന്നെ കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്തയും. അങ്ങനെ ഗൾഫിൽ സൗദിയിലെത്തിയ സമയത്ത് ഞാൻ സൗദിയിൽ തായിഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തായിഫിലാണ്. അപ്പോ അവിടെ എത്തി കഴിഞ്ഞപ്പോ നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റ് ആണ് അവിടെ. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങനെ അന്വേഷിച്ച് നടന്നത് എവിടെ കിട്ടും, കാരണം സൗദിയിൽ ഈ സാധനം കിട്ടൂല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ
ഞാന് എവിടുന്നെങ്കിലും നമ്മളെ ഈ നാട്ടിൽ വിൽക്കുന്ന മാതിരി ബ്ലാക്കിന്റെ എവിടെന്നെങ്കിലൊക്കെ അന്നും എനിക്കറിയാം ഈ നാട്ടിൽ ബ്ലാക്കിന് വിൽക്കുന്ന കേസുകളൊക്കെ അന്നും ഉണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാനവിടെ എനിക്കൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലി പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഞാൻ പോയത്. അപ്പൊ ഞാന് ഫസ്റ്റ് പോയി രണ്ടാമത്തെ ദിവസം സൂപ്പർ മാർക്കറ്റിൽ കഫീലെടുത്ത് സ്പോൺസർ എടുത്ത് എന്നെ കൊണ്ടുപോയി കാണിച്ചൊക്കെ കൊടുത്ത് നാളെ ഡ്യൂട്ടിക്ക് വരാൻ വേണ്ടി അവർക്ക് പറഞ്ഞു. അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരാളും മലയാളിയാണ്, താമരശ്ശേരി ഒരാൾ കോഴിക്കോട്. അങ്ങനെ അവരായിട്ടൊക്കെ സംസാരിച്ച് അവസാനം ഞാനും അവരും എത്തിപ്പെട്ടത് ജിപ്പിലേക്കാണ്. സംസാരം വന്നിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞ സാധനം അവിടെ കിട്ടും, വാറ്റാണ് കിട്ടുക. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ, കഴിച്ചു നോക്കാന്നുള്ള ലെവലില്ല. പിന്നെ പറഞ്ഞ നമുക്ക് ആപ്പിളിന്റെ ജ്യൂസ് എടുത്താൽ മതി, അതാകുമ്പോ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, അതിൽ തുടങ്ങാറ്. അങ്ങനെ വൈകിട്ട് ഇതേപോലെ ഒരു ഒരു റിയാലിന്റെ വെള്ളത്തിന്റെ കുപ്പിയുണ്ട്, ആ കുപ്പിയിൽ സാധനം വന്നു, അതിൽ ആപ്പിളിന്റെ ജ്യൂസ് വെച്ച് അത് കുടിച്ചപ്പോ നല്ല ലഹരി, കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന ഒരു നാട്ടിൽ നിന്ന് ബിയർ കഴിച്ചാൽ കിട്ടുന്ന ആ ഒരു ലഹരി എനിക്ക് അതിൽ കിട്ടാൻ വേണ്ടി തുടങ്ങിയപ്പോ ഞാൻ അതിലേക്ക് തന്നെ എന്താ പറയുക ഒരു ആകർഷണമായി. കാരണം അവിടുത്തെ ഒരു ക്ലൈമറ്റ് വേറെ ഭയങ്കര തണുപ്പുമാണ്. പിന്നെ ഷോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രത്യേക എനർജി ഉള്ള മാതിരിയാ ആൾക്കാരായിട്ട്, കസ്റ്റമറായിട്ട്. കാരണം സംസാരിക്കാനൊക്കെ, കാരണം ഭാഷ അറിയില്ല, എന്നാലും ഞാൻ ഇവിടുന്ന് മദ്രസയിലൊക്കെ പഠിച്ച അത്യാവശ്യം അറിയുന്ന കുറച്ച് കേസുകൾ ഇതൊക്കെ തട്ടിമുട്ടി ഇങ്ങനെ സംസാരിക്കാനൊക്കെ നിൽക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങനെ പോയി. കുടി അതിന്റെ ഒരു ഭാഗത്ത് വൈകിട്ട് ഒരു 7 മണി 8 മണിയാകുമ്പോഴത്തേന് കുടിക്കാനുള്ള ലെവല്, കാരണം അപ്പോഴേക്കും കസ്റ്റമറൊക്കെ കുറയും. ആ കുറയുന്ന സമയത്ത് കുടിക്കുക എന്നുള്ളൊക്കെ ഒരു ലെവലിലായി. അതിങ്ങനെ തുടർന്ന് പോയി. പിന്നെ അത് ഞാന് എനിക്ക് രാവിലെ ഡ്യൂട്ടി ചെയ്യും. രാവിലെ ഞാൻ തുറക്കണം, അതായത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഷോപ്പ് തുറക്കും. രാത്രി 12 മണി വരെയാണ് ഷോപ്പ് ഉള്ളത്. അപ്പൊ സുബഹിക്ക് ശേഷം ഞാൻ തുറക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിയിട്ട് ഇതേപോലെ രാവിലെ ഒരു മദ്രസിന്റെ കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഏകദേശം ഒരു ഉച്ച ഓവർ ആ ടൈം വരെ വലിയൊരു കസ്റ്റമർ ഉണ്ടാവില്ല. അപ്പൊ ആ ടൈം വരെ ഒരു ഫ്രീ ആണ്. അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ എന്താ പറയാ ഈ കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി എനിക്ക് മനസ്സിൽ വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഞാൻ ഇതേപോലെ അവരോട് തന്നെ സ്വന്തമായിട്ട് അവരോട് ഞാൻ വിളിച്ചിട്ട്, നമ്പറൊക്കെ എന്റെ കയ്യിലുണ്ട്, അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഇതേപോലെ ഷോപ്പിലേക്ക് സാധനം വരുത്തും. ഒരു ബാക്കിൽ ഒരു ചെറിയൊരു ഗോഡൗൺ ഉണ്ട്, അതായത് പെട്ടിയിലെ സാധനം പൂട്ടി എന്നിട്ട് ബാക്കിൽ ഇരുന്നിട്ട് തന്നെ അടിക്കുക, എന്നിട്ട് അവിടെ സീറ്റിൽ വന്നിരിക്കും. ഇതിങ്ങനെ തുടർന്നു പോയി. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷെ നല്ലൊരു രൂപത്തിൽ ഇങ്ങനെ പോയി. കുറച്ചങ്ങനെ പോയപ്പോ ഈ മലയാളി വന്നിട്ട്, മലയാളിക്ക് നാട്ടിൽ പോകാനുള്ള ആ ഒരു പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു മലയാളിയാണ്. അപ്പോ ഞാൻ അവിടെ നിൽക്കുന്നതിൽ മൂപ്പർക്ക് ഒരു പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഭാഷ ആണെങ്കിൽ വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിയാത്തൊരു വിഷയങ്ങളുണ്ട്. മലയാളിക്കാണെങ്കിൽ ഇന്ന് അവിടെ ആക്കിയിട്ട് നാട്ടിൽ പോകാൻ ഒരു പേടി, തിരിച്ചു വന്നാൽ ഈ ഷോപ്പിൽ തന്നെ പണി കിട്ടുമോ എന്നുള്ളൊരു പേടി മൂപ്പർക്കുണ്ട്. മലയാളം തമ്മിൽ ഒക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിഷയങ്ങൾ. അപ്പോ മൂപ്പര് ഇതേപോലെ ഓരോ കേസുകൾ പാര വെക്കാൻ വേണ്ടി കുറെ ഞാനിങ്ങനെ സഹിച്ച്. അപ്പൊ പിന്നെ കഫീൽ ഇന്ന് അറബി അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേറെ പുറത്തോടെങ്കിലും പണി നോക്കിക്കാന്ന് പറഞ്ഞ് കുറച്ച് പുറത്തേക്ക് വിട്ടു. തുടക്കത്തിൽ ആദ്യം ബിൽഡിങ്ങിന്റെ വർക്കിനൊക്കെ പറഞ്ഞേക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് അങ്ങനത്തെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടോ ഒരു പരിചയം ഒന്നും എനിക്കില്ല. അപ്പൊ ഇതൊക്കെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ കഫീലിന്റെ അടുത്ത് പറഞ്ഞ കൊണ്ട് പറ്റൂല, ചെയ്യാൻ പറ്റില്ലാണ്ട് നാട്ടിലേക്ക് വിട്ട് അങ്ങോട്ട് പോയിക്കോളാം. പക്ഷെ ഞാൻ ഇതിന്റെ ബുദ്ധിമുട്ടിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾ, സിറ്റുവേഷൻ വല്ലാത്തൊരു അവസ്ഥയായി. അപ്പോ എങ്ങനെങ്കിലും വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് എന്റെ മനസ്സിലാണ്. അങ്ങനെ ഞാൻ എങ്ങനെങ്കിലും ഞാൻ അറബി പഠിക്കാന്നുള്ളൊരു രൂപത്തില് താൽക്കാലികമായിട്ടൊരു ഷോപ്പിൽ ഞാൻ പണിക്ക് നിന്ന് അത്യാവശ്യം അറബിയൊക്കെ പഠിച്ചു ഒരു 6 മാസം പുറത്തൊക്കെ പണിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും എന്റെ കടയിലേക്ക് തന്നെ കഫീലും ഡ്രസ്സും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം ഞാൻ സംസാരിക്കാനൊക്കെ പഠിച്ചിരിക്കുന്നുണ്ട്. സംസാരിച്ചപ്പോ അവൻ എന്നെ കാണാൻ വേണ്ടി ഞാൻ നിൽക്കുന്ന ഷോപ്പിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവനോട് അതേ രൂപത്തിൽ തന്നെ അറബിയിൽ അവനോട് സംസാരിച്ചപ്പോൾ അവനും അത്യാവശ്യം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അങ്ങനെ അടുത്ത ആഴ്ച നീ വന്നിട്ട് കടയിൽ വന്നോ, നാട്ടിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. വന്ന് വന്ന സമയത്ത് ഇല്ലെന്ന അവസ്ഥ, അവിടെ ഭയങ്കര പാരവെക്കോ പ്രശ്നങ്ങളും. അങ്ങനെ എന്താ പറയാ ഈ ഒരു കളവ് കേസ് പൈസ ഞാൻ ഈ രാവിലെ ഞാനാണ് ഷോപ്പ് തുറക്കുന്നത്. അപ്പൊ ആ സമയത്ത് കച്ചവടത്തിന്റെ ഒരു പൈസ ഞാൻ അടിച്ചു മാറ്റി എന്നുള്ള ലെവലിലൊക്കെ കഫീലെടുത്ത് ഒന്ന് പറഞ്ഞു കൊടുത്തു. ആ കഫീല് വല്ലാത്തൊരു ദേഷ്യം പിടിക്കലും പ്രശ്നങ്ങളൊക്കെ ആയി. ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടൊന്നുമില്ല, റൂമിൽ പോയി നോക്കും,
കാരണം ഞാൻ വേറെ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ അവൻ തന്ന റൂമിൽ തന്നെയാണ് ഞാൻ കിടക്കുന്നത്. അവൻ തന്നെ അവിടുത്തെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു റൂമിൽ തന്നെ, ഷോപ്പ് റൂമിൽ തന്നെ ഒരു ലെവലിലേക്ക് തന്നെ പോയിട്ടു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ, പക്ഷെ മൂപ്പര് ഇങ്ങനെ ഈ പാര വെക്കുന്ന കേസ് വല്ലാതായപ്പോ നമ്മള് ഈ നാട്ടിൽ ഇത് ഒരുപാട് കുട്ടികളോട് കളിച്ചിട്ടുള്ള ആ ഒരു പരിചയം എനിക്കുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസത്തെ പോലെ ആ ഒരു ഉച്ചക്ക് പീടികന്ന് വരുന്ന സമയത്ത് ഒരു 100-ന്റെ ഒരു 5 നോട്ട് എടുത്തിട്ട് റൂമിലേക്ക് വന്നിട്ട് അവൻ കിടക്കുന്ന തലയാണിന്റെ ഉള്ളിൽ ചീരി വെച്ചിട്ട് അവിടെ അവനറിയാത്ത രൂപത്തിൽ അവിടെ വെച്ച്, അങ്ങനെ ഞാൻ കഫീലെടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കത്തുന്ന ആള് ഞാനല്ല, അവനാണ് കത്തിയത്. പൈസന്റെ തലത്തിൽ ഞാൻ തോല് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഫീലിൽ ഞാൻ അവൻ കിടക്കുന്ന ബെഡിന്റെ തലയാണിന്റെ അടിയിൽ ഞാൻ തന്നെ കീറി. അങ്ങനെ കഫീൽ അവനായിട്ട് ഭയങ്കര വിഷയങ്ങളായി. അവനെ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പറഞ്ഞു. പിന്നെ ആ ഷോപ്പിൽ ഞാൻ, ചുരുക്കി പറഞ്ഞാല്, ഞാൻ അവിടെ എന്താ പറയാ, ഒരു 6 മാസം വരെ ഞാൻ വർക്ക് ചെയ്ത് അതിന്റെ കൂടെ എന്റെ കുടി പോകുന്നുണ്ട്. പിന്നെ ആ ഷോപ്പ് ഞാൻ നടത്താനെടുത്ത് ഞാനിത് ഒരു 4.5 വർഷം വരെ ഞാൻ നാട്ടിലൊന്നും വരാത്ത രൂപത്തില് ഞാൻ എന്റെ കുടി കാര്യങ്ങള്, ഷോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴെന്റെ കുടിയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഒരു വലിയൊരു എന്താ പറയാ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള കുടിയിലേക്കൊന്നും ഞാൻ എത്തിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന്റെ നാട്ടിലേക്ക് വരാനുള്ള ഇതായി, കല്യാണം കഴിക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തി. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു പത്രത്തില് പരസ്യം കണ്ട് ഒരു കല്യാണം കഴിക്കാനുള്ള. പക്ഷെ ആ പെണ്ണ് ആദ്യം ഡൈവോഴ്സ് ആയി, ഒരു കുട്ടിയുണ്ട്. അപ്പോ ഞാനത് അവരെ വീട്ടിലേക്ക് വിളിച്ച് അവരായിട്ട് സംസാരിച്ചു. ഇങ്ങനെ വീട്ടിലൊക്കെ സമ്മതിക്കാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, ഞാൻ വേറെ സംസാരിച്ചിട്ടൊന്നുമില്ല വീട്ടിൽ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെ നമ്പറൊക്കെ കൊടുത്ത് വീട്ടിലെ നമ്പറിൽ സംസാരിച്ചു വന്നിട്ട് അവർക്ക് ആർക്കും ഈ ഒരു വിഷയത്തിൽ താല്പര്യമില്ല. കാരണം ഞാൻ ആദ്യത്തെ ഒരു കല്യാണം, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞാൽ കുട്ടിയുണ്ട്. അതൊക്കെ വീട്ടുകാർക്ക് മാനസികമായിട്ടൊരു പ്രശ്നം. അപ്പം ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്നെ ഗൾഫിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കലായി. ആ വിളി ഒരുപാട് ബന്ധങ്ങൾ, എന്താ പറയുക, കുറെ കാലങ്ങളോളം, ഒരു 6-7 മാസത്തോളം ഞാൻ ആ വിളി ഇങ്ങനെ തുടർന്നുകൊണ്ടേന്നിട്ട് എനിക്കും അതിലൊരു വിട്ടു പോരാൻ പറ്റാത്തൊരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഞാൻ നാട്ടിലെത്തി ഞാൻ കോഴിക്കോട് വെച്ചിട്ട് അവളുമ്മ എല്ലാരും വന്ന് ഇങ്ങനെ വീട്ടിൽ ഞാൻ പറഞ്ഞു എനിക്ക് ആ കല്യാണം അല്ലാണ്ട് വേറൊരു കല്യാണം വേണ്ടാന്നുള്ളൊരു ഇതുണ്ട്. കാരണം എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. എന്റെ ഒരു ഇഷ്ടത്തിന് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനൊരു എതിർപ്പ് നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു. പിന്നെ വീട്ടിലുള്ള വാപ്പനോടും ഉമ്മനോടും ഞാൻ പറഞ്ഞു എനിക്കത് കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കില്ല. അവസാനം അവർ ഇഷ്ടമില്ലാത്ത ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് കല്യാണം കഴിപ്പിച്ചെന്ന് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തില് ഒരു 5-6 മാസം വരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ലീവിന് വന്ന സമയത്തേന് കഴിഞ്ഞത് കല്യാണം. ലീവിന് വന്ന് തുടക്കത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞുകൊണ്ട് കല്യാണത്തിൽ ഒരു 5.5 മാസം വരെ എനിക്ക് നാട്ടിൽ എത്തി. അതുകൊണ്ട് ഞാൻ ലീവിന് വന്നുകൊണ്ട് കേന്ദ്രയ്ക്ക് പോയത്. വീണ്ടും ഞാൻ സൗദിയിലേക്ക് തന്നെ പോയി. സൗദിയിൽ പോയി കുറച്ച് ദിവസം നിന്നിട്ടുള്ളൂ. അപ്പോഴും വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. വീട്ടുകാരായിട്ട് ഒത്തുപോകാത്ത വിഷയം. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തന്നെ വീണ്ടും ഒരു 6 മാസം പോലും അവിടെ നിന്നിട്ട് വീണ്ടും ഞാൻ നാട്ടിലേക്ക് എത്തിയ സമയത്ത് എങ്ങനെയാണ് നോക്കിയിട്ടും വീട്ടുകാരായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്തൊരു. അങ്ങനെ ഞാൻ വേറൊരു വീട് എരഞ്ഞിപ്പാലം ഒരു വീടെടുത്ത് ആ വീട്ടിലേക്ക് താമസം മാറി. അപ്പോ ഞാന് പിന്നെ ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് വെച്ചു. കഫീലിനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇനി വരുന്നില്ല, വേറെ ആളെ നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ വിസ ക്യാൻസൽ ആക്കി കൊടുത്തു. അങ്ങനെ നാട്ടില് 1-2 കച്ചവടങ്ങൾ തുടങ്ങി. അപ്പോ അതൊക്കെ വല്ലാത്തൊരു പരാജയത്തിലേക്ക് പെട്ടു. പിന്നെ അവസാനം നമ്മളെ ഈ വാതിൽ ഇതൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് ഉണ്ട്. അതിന്റെ ഒരു ഷോപ്പ് ഇട്ടു നാട്ടിൽ. ഒരു വീട്ടിൽ പോയിട്ട് പണിയെടുത്ത് കൊടുക്കുക. എന്റെ ഒരു കൂട്ടുകാരനും ഞാനും കൂടി തുടങ്ങിയത്. അതും ഇതേപോലെ ഒരു 6-7 മാസം വരെ അതും പോയി. അതും പൊട്ടി. ഒരുപാട് സാമ്പത്തിക ബാധ്യത തലയിലായി. കടം, പ്രശ്നങ്ങള്, വീണ്ടും കുടിയിലേക്ക് പിന്നെ ആ സമയത്തേക്ക് പിന്നെ കുടി തുടങ്ങിപ്പോയി. പിന്നെ വീട്ടില് വീട് എരഞ്ഞിപ്പാലാണ്. വീട്ടില് സാധനം വെച്ച് കുടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഞാൻ നിർബന്ധിച്ച് ഭാര്യനെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി തുടങ്ങി. കാരണം എനിക്ക് കുടിക്കാൻ വേണ്ടി. ഇത്രത്തോളം പ്രശ്നങ്ങളായി. കടം ഒരു വന്നു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയില് ഒരുപാട് കടങ്ങള്. അങ്ങനെ ഞാൻ ആ വീട് വിറ്റു.
വീട് വിറ്റിട്ട് ഒന്നുകൂടി ഗൾഫിലേക്ക് പോവാന്നുള്ള ഒരു ലെവലിലേക്ക് ഞാൻ എത്തി. ഇങ്ങനെ വേറൊരു വിസ ശരിയാക്കി ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയപ്പോ അന്ന് ഞാൻ പോയത് പ്രീ വിസക്ക്, സൗദിയിലേക്ക് തന്നെ, തായ്ഫിലേക്ക് തന്നെ, അറിയുന്ന ഒരാളെ കൊണ്ട് തന്നെ വിസ എടുപ്പിച്ച് സൗദിയിലെത്തി. അന്ന് പിന്നെ കുറെ ബന്ധങ്ങളൊക്കെ ആയി സൗദിയിൽ. അപ്പോ അവരെ റൂമിലായി താമസം. പണിയൊന്നുമില്ല, പണി അന്വേഷിക്കുകയാണ്. പണി അന്വേഷിക്കുന്ന കൂട്ടത്തില് ഇതന്നെയാണ് പരിപാടി, കള്ളുകൂടി തന്നെയാണ് റൂമിൽ പണി കിട്ടുന്നത് വരെയുള്ള പരിപാടി. അങ്ങനൊക്കെ ആയി കുടി ഇങ്ങനെ പോയിക്കൊണ്ട് നിന്ന്. പണിയാണെങ്കിലും ഇല്ലാലും കടങ്ങളാണെങ്കിലും നാട്ടില് ബാക്കി. അങ്ങനെയൊക്കെ കൂടി നാട്ടിൽ നിന്ന് ഓരോരുത്തർ വിളിക്കാൻ വേണ്ടി തുടങ്ങി, പ്രശ്നങ്ങള്. അങ്ങനെ ഞാൻ ഒരു പമ്പില് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അപ്പൊ അവിടെ ജോലിക്ക് തൽക്കാലം കയറി. അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു മലയാളി എന്റെ അടുത്ത ഒരു കടയിൽ, അപ്പൊ അവിടെ കയറി പണിക്ക് നിന്ന്. ശമ്പളം ഉണ്ട്, 2000 ശമ്പളം ഉണ്ട്. ഡെയിലി ഞാൻ എന്തെങ്കിലും 10, 50, 100 ഞാൻ അവിടെ തപ്പും ചെയ്യും. ഇങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് പോയത്. അപ്പൊ 6 മാസം അവിടെ പണിയെടുത്ത്, 6 മാസം കൊണ്ട് എന്റെ ഓണർ അനിയൻ വന്നു. ഞാൻ അവിടുന്ന് ആ പണി നഷ്ടപ്പെട്ടല്ല, അവിടെ ആള് വന്നപ്പോ എന്നോട് അവര് പോവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ പണി അന്വേഷിക്കലായി. പണി അന്വേഷിച്ച് അങ്ങനെ ഒരു ടോയ്സിന്റെ വണ്ടിയിൽ കയറി. ടോയ്സിന്റെ വണ്ടിയിലൊക്കെ കുറച്ചു കാലം അങ്ങനെ പോയി. അവിടുന്ന് ഇതേപോലെ എന്റെ ഈ ഒന്നാമത്തെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം, നാട്ടിൽ ഒരുപാട് ബാധ്യത വന്നപ്പോൾ ആൾക്കാരെ വിളിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ കിട്ടുന്ന എവിടെന്ന് വെച്ചാല് ഞാൻ ഓരോ കമ്പനിയിലെ ബില്ല് ശരിയാക്കും, എന്നിട്ട് കഫീലെടുത്ത് കൊണ്ടു കൊടുക്കും, അത് അവിടെ ക്രെഡിറ്റ് ആന്ന് പറയും. എനിക്ക് റെഡി ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും, ഞാൻ കഫീല് ബില്ല് കാണിച്ചു കൊടുക്കും, അവിടെ പൈസ കിട്ടിയില്ല. ആ ബില്ല് കൂടി 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 ഒരു ദിവസം അവന്റെ അടുത്ത് വന്നു, ഞാനും വരാം, നമുക്കൊന്ന് പോയി വെക്കുക, പൈസ കിട്ടാനുള്ളതൊക്കെ. നാട്ടിൽ എന്റെ കൂടെ വന്ന സമയത്ത് പോയ ഒരു 5-8 ഷോപ്പിൽ എല്ലാരും പറയും ബില്ല് പേ ചെയ്താണെന്ന് പറഞ്ഞു. അവിടെയും ഒന്നിനും പറ്റാണ്ടായി. അങ്ങനെ ആ ജോലിയും പോയി. അങ്ങനെ വീണ്ടും വേറൊരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഒരാൾ നാട്ടിൽ പോവാൻ നിൽക്കുന്ന സമയത്ത് നടത്താനെടുത്ത സമയത്ത് അന്നാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ആണ് ഭയങ്കര. നാട്ടിലെ വിഷയങ്ങളും പെണ്ണിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ ഒരു സ്വസ്ഥത ഇല്ല, എന്നിട്ടും എനിക്കൊരു സമാധാനം അവിടെ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ നാട്ടിലേക്ക് തന്നെ പോയി. നാട്ടിലേക്ക് വന്ന് വീണ്ടും ഇവിടെ വന്ന് ഇതന്നെ കുടി. എപ്പോഴും ഓരോ വിഷയങ്ങൾ കുടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരല്, കടക്കാര് തെരഞ്ഞു വരല്, വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, സമാധാനക്കേട്, സ്വസ്ഥത ഇല്ല. കുടി തന്നെ വൈകുന്നേരം വരെ കുടി. അങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോ ഞാനിവിടെ പല പരിപാടി നോക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും ഒരു മെച്ചം എനിക്ക് കാണുന്നില്ല. അങ്ങനെ നാട്ടില് ഒന്ന് പൊറുതി മുട്ടി, എന്താ പറയാ, വീട്ടില് ഭാര്യ തെറ്റിപ്പോയി, അവളെ വീട്ടിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു വിസ ശരിയായി, ഇങ്ങോട്ട് തന്നെ പോരുന്ന പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ സൗദിയിലേക്ക് തന്നെ പോയി. ആ സൗദിയിലേക്ക് ഞാൻ പോണ നോക്കി ഞാൻ മനസ്സിൽ വിചാരിച്ച ഒന്നെങ്കിൽ ഞാൻ നാട്ടിൽ ഇറങ്ങുന്ന സമയത്ത് പൈസ ആക്കിയിട്ടല്ല, ഇനി ഇറങ്ങൂല എന്നുള്ളൊരു ലെവലിലാണ് എന്റെ മനസ്സിലുള്ള ഉദ്ദേശം. സൗദിയിലെത്തി. സൗദിയിൽ ഇതേപോലെ എത്തിയ സമയത്ത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ ജോലി കിട്ടി, കഫീലിന്റെ സ്പോൺസർ ഷോപ്പ് തന്നെ. അപ്പൊ അതിലൊന്നും വിഷയങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഇന്റേതായിട്ടുള്ള ലെവലിൽ ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പിന്നീട് ഈ കടങ്ങൾ നാട്ടിലുള്ളത് എനിക്ക് വല്ലാത്തൊരു ബാധ്യതയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടുള്ള ഒരു പരിപാടി വേണം തുടങ്ങണം എന്നുള്ളൊരു ലെവലിലേക്ക് ഞാൻ അങ്ങനെ എത്തിക്കിട്ടിയത്. ആദ്യം ഒരു ടോയ്സിന്റെ വണ്ടിയിൽ പോയി പരിചയമുണ്ട്, അപ്പൊ ടോയ്സ് ഇറക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതിന്റെ വയ്യാലെ കുറെ നടന്നു, അത് നടന്നില്ല. അങ്ങനെ അവസാനം ഞാൻ എത്തിപ്പെട്ട് ചിക്കന്റെ പരിപാടിക്ക്, കോഴിന്റെ ഫ്രോസന്റെ ചിക്കന്റെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു. അങ്ങനെ ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തും കമ്പനി പോകും, അന്വേഷിക്കും. രണ്ട് ഓപ്ഷൻ എന്റെ മുമ്പ്, ഒന്ന് ഈ ചിക്കന്റെ പരിപാടി നോക്കാം, അല്ലെങ്കിൽ ഒരു മീനിന്റെ പരിപാടി നോക്കാം. അങ്ങനെ ഈ രണ്ടും എന്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മാസം വരെ അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നു. അതിന്റെ കൂടെ കുടി നടക്കുന്നുണ്ട്. ആ പരിപാടിക്ക് ഇറങ്ങി. കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ കച്ചവടങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ തുടങ്ങി വെച്ച പരിപാടി കോഴിന്റെ പരിപാടി. കോഴിന്റെ പരിപാടിക്ക് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതേപോലെ കമ്പനിയിൽ എനിക്കൊരു അഫ്ഗാനി സാധനം തരും. ഈ അഫ്ഗാനി സാധനം തരുമ്പോൾ ആദ്യം എന്നോട് ബില്ലാക്കാൻ വേണ്ടി പറയും. ഈ ബില്ലാക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഈ നോമ്പൊക്കെ വരുമ്പോ എന്നോട് വിളിച്ച് പറയും, വില കുറയാൻ പോകുന്നുണ്ട്, ഇപ്പോഴേ വില കൂടാൻ പോകുന്നുണ്ട്, ഇപ്പോഴേ ബില്ലാക്കി വെച്ചോ, അപ്പോഴേക്കും നിനക്ക് നോമ്പാകുമ്പോൾ
ഈ വിലക്ക് തന്നെ സാധനം കിട്ടും, നോമ്പാകുമ്പോൾ വില കൂടും. അപ്പൊ ഞാൻ ഇതേപോലെ സാധനങ്ങൾ അഡ്വാൻസ് ആയിട്ട് ബില്ല് എഴുതാനുള്ള പൈസകളൊക്കെ അവരെ കയ്യിൽ ഞാൻ കൊണ്ടു കൊടുക്കും. അങ്ങനെ ആയിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല, കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് നാട്ടിലെ ബാധ്യതകളൊക്കെ തീർന്ന് ഞാൻ സ്ഥലം വാങ്ങി, നാട്ടില് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ പൈസ ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി. നല്ലതില്ലായി. ഇതുപോലെ ഞാനൊരു നോമ്പിന്റെ ടൈമില് ഇപ്പോ ഇവന്റെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കോഴിക്ക് വില കൂടും, എന്തായാലും ഇപ്പൊ ബില്ലാക്കി വെച്ചോന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആയിക്കോട്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇവിടുന്ന് പിന്നെ പല ആൾക്കാരെടുത്തു, എന്റെ കഫീലെടുത്തു പൈസ ഒക്കെ വാങ്ങി. ഏകദേശം ഒരു 30 ലക്ഷം റിയാലിന്റെ അടുത്ത് ഞാൻ അവന് കൊണ്ടു കൊടുത്തു. ഒരു 3 മില്യൺ അവന് കൊണ്ടു കൊടുത്തു. കോഴിന്റെ ബില്ലാക്കി. ഞാൻ അവനോട് പറഞ്ഞു ഞാൻ രാവിലെ വണ്ടി അയക്കാന്ന് പറഞ്ഞു. ഞാൻ രാത്രി അവിടുന്ന് കൊണ്ട് പോകും. ഞാൻ റൂമിലെത്തി കിടന്നുറങ്ങി. വണ്ടിക്കാരനെ ഞാൻ പറഞ്ഞ ഏൽപ്പിച്ച് രാവിലെ പോകാൻ ബില്ലാക്കി കിട്ടുമെന്ന് പറഞ്ഞു. ആള് പോയി. അവിടെ പോയി നിന്നപ്പം ഇവനെ വിളിച്ചു, അവന്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇവൻ തിരിച്ചെന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ കിടന്നുറങ്ങുക, അറിഞ്ഞില്ല. അങ്ങനെ ഞാനൊരു 11:30 മണിയൊക്കെ ആകുമ്പോഴൊക്കെ എണീച്ച് നോക്കുമ്പോൾ ഇവന്റെ കുറെ മിസ് കോള് കാണുന്നു. ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോ എന്നെ പറഞ്ഞടാ, ആണോ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ ഓഫാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി പൈസ കൊടുത്ത് ബില്ലാക്കി പോന്നല്ലേ, രാവിലെ കമ്പനിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. നീ വിളിച്ചോക്ക്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ നോക്കുന്നത്. വേറെ നമ്പറൊന്നും എന്റെ അടുത്തില്ല, നമ്പർ തന്നെ ഉണ്ട്. അങ്ങനെ അവനെ വിളിച്ചപ്പോ ഫോൺ ഓഫാ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനായി എനിക്ക് പേടിയായി. കാരണം ഞാൻ നാളെ കൊടുക്കാന്ന് പറഞ്ഞ് തൽക്കാല ആവശ്യത്തിന് വരെ പൈസ വാങ്ങിയ ആൾക്കാരുണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആകെ പ്രശ്നം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഫോൺ ഓഫാക്കി. വേറെ എനിക്ക് ആൾക്കാരെ വിളിക്കുമ്പോൾ എനിക്ക് ഒരു ഉത്തരം പറയാനും ഇല്ല, പേടിയാവാൻ തുടങ്ങി. അങ്ങനെ ആ പൈസ കിട്ടുന്നില്ല. അങ്ങനെ കുറെ കാലം ഞാൻ ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ ആ കടത്തിന്റെ മുകളിലുള്ള പ്രശ്നം കൊണ്ട് ഇങ്ങനെ ആ ബാധ്യത എനിക്ക് തീർക്കാൻ വേണ്ടി പറ്റുന്നതില്ല. അങ്ങനെ കടം കൂടി. ഞാൻ പലിശക്ക് വാങ്ങിയ പൈസകളുണ്ട്, അതേപോലെ ലാഭം ഞാനിപ്പോ ഇത്ര എടുത്ത് ഇത്ര രാത്രിയാകുമ്പോഴത്തേന് ഇത്ര കൂട്ടിത്തരാന്ന് പറഞ്ഞ് വാങ്ങിയ പൈസകളുണ്ട്. ഇതൊക്കെ കൂടെ വലിയൊരു ബാധ്യതയായി എന്റെ തലയിൽ. ഒരു 10-35 ലക്ഷം റിയാലിന്റെ അടുത്ത് ബാധ്യതയായി. അങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചു എങ്ങനെ ഇപ്പൊ തീർച്ചയായും പ്രശ്നങ്ങളാണ്, ഒരു മാർഗം എന്റെ മുന്നിലില്ല. ഈ ഒരു കേസ് അല്ലാണ്ട്, ഈ ഒരു കോഴിന്റെ പരിപാടി അല്ലാണ്ട് വേറൊരു കാര്യം എനിക്ക് അറിയില്ല. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ദിവസം അതേപോലെ ഞാൻ എന്റെ കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ പല ആൾക്കാർക്ക് അവിടുന്ന് തിരിച്ച് ഇവിടുന്ന് തിരിച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്തിട്ട് പല കേസുകളും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ എമൗണ്ടിന്റെ കേസ് ഇങ്ങനെ കൂടി കൂടി വരിക. കാരണം ഞാൻ വേറൊരു രൂപത്തിലല്ല, അവിടുന്ന് കടം വാങ്ങിയിട്ട് അവിടുന്ന് പൈസ എടുത്തിട്ടൊക്കെയാണ് ഈ കടം തീർക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോഴൊക്കെ ഈ തലവേദന ഒക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമുക്ക് നല്ല പൊടിയുണ്ട്. വല്ലാത്തൊരു, കാരണം ഞാൻ ഈ കടക്കാരൊക്കെ വിളിക്കുന്ന സമയത്തൊന്നും ചില സമയത്ത് ഫോൺ എടുക്കൂല. ഞാൻ വിളിച്ച് അവരൊക്കെ വിളിച്ച് നിൽക്കുന്ന സമയത്തൊന്നും ഫോൺ എടുക്കൂല. ഞാൻ 2-3 അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് വിളിക്കും. അപ്പൊ എനിക്കൊരു പവർ കിട്ടുള്ളൂ, അവരോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടും. അപ്പൊ അങ്ങനെ അങ്ങോട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങളും നിലനിർത്തി കൊണ്ടുപോയി വലിയൊരു ബാധ്യത എന്റെ തലയിലേക്കായി. പലരും കേസായി, കേസ് കൊടുത്ത് ഒരു 3-4 മാസം വരെ ഞാൻ ഉള്ളിലൊക്കെ കിടന്നിട്ടുണ്ട്, കടത്തിന്റെ പ്രശ്നങ്ങൾ. അങ്ങനൊക്കെ കൂടെ ആയി. എന്റെ സ്പോൺസർ ഇതേപോലെ ഒരു ദിവസം എന്നെ ജവാസത്ത് അവിടുന്ന് പിടിച്ച് ഞാൻ ജയിലിലായി. ജയിലിലായപ്പോ എന്റെ ഇക്കാമ എക്സ്പയർ ആണ്. അപ്പോ അവര് എന്റെ ഐഡിയിൽ നോക്കുന്ന സമയത്ത് എന്റെ പേരിൽ 3 കേസ് ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് കേസ് കിടക്കുന്നതാണ്, ഇത് പൈസന്റെ ഇടപാടാണ്. അങ്ങനെ അവര് കഫീലിനെ വിളിപ്പിച്ച് കഫീലിനെത്തി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കഫീലിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കഫീൽ പറഞ്ഞു, നീ എന്താ ആദ്യം പറയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിനക്ക് ഓൾറെഡി പൈസ തരാനുള്ള ആളാണ്. അപ്പൊ എല്ലാരും പൈസക്ക് നിർബന്ധിക്കുമ്പോ പേടി, എനിക്കും ഒന്നും അറിയുന്നില്ല. കാരണം 10-30 വയസ്സൊക്കെ ആവുന്ന ആയിക്കോളൂ. അല്ലാത്തൊരു പേടി, ബാധ്യത അങ്ങനെ കൂടിയ സമയത്ത് ഇങ്ങനെ അവൻ പറഞ്ഞ് കടക്കാരൊക്കെ വിളിക്കുന്നത് കൊടുക്കാനുള്ള, ഇനി നമുക്ക് ടൈം വാങ്ങാം, അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അങ്ങനെ വാങ്ങി എല്ലാരും വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റിലായി. ഇക്കാമ പുതുക്കി. പിന്നെ അവനോട് ചോദിച്ചു നിനക്ക് എത്ര പൈസ വേണം, എന്താണ് പരിപാടി ഇനി അടുത്ത്. ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്ന ഒരു പരിപാടി തന്നെ ഉള്ളൂ. കോഴിന്റെ ഈ സൂപ്പർ മാർക്കറ്റ് ഏതെങ്കിലും പക്കാലകൾ ഗ്രോസറിന്റെ ഷോപ്പ് തുറന്നു കഴിഞ്ഞാലും ഇത്ര ഒരു പ്രോഫിറ്റ് കിട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതാകുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന എന്റെ കടങ്ങൾ ഞാൻ തീർക്കാനുള്ള ഒരു രൂപത്തിലേക്കാണ്. ചുരുക്കി പറഞ്ഞാല് കഫീല് കുറച്ച് പൈസ എന്നെ സഹായിച്ചു വിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒറ്റക്ക് തന്നെ സാധനങ്ങൾ അവിടെ പോയി എടുത്ത് കട ചെറിയ ചെറിയ കടകളിലൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനൊക്കെ കൂടിയായി.
കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ പോയി തുടങ്ങി. പോയി തുടങ്ങിയ സമയത്ത് ഞാൻ ഏകദേശം കടങ്ങളൊക്കെ വീട്ടി എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് നാട്ടിലൊരു നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാല് വൈഫിന്റെ ഒരുപാട് വിഷയങ്ങൾ വന്നു. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു നീ ഇങ്ങോട്ട് പോര് പറഞ്ഞു. അപ്പൊ അവൾക്കൊരു വിസ എടുത്ത് കൊടുത്ത് അവളെയും കൂട്ടി സൗദിയിൽ ഞാൻ അവളും അന്ന് മോളുമായി എനിക്ക് മോളെയും കൂട്ടി രണ്ടാളുണ്ട് സൗദിയിൽ ജീവിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ പോയി. ഈ പോണ സമയത്ത് എന്റെ ഒരു പാർട്ണർ ഉണ്ട് തൃശ്ശൂരുള്ള. അപ്പോ എന്റെ വൈഫ് വന്ന സമയത്ത് ഞാൻ മോക്കൊരു സൈക്കിൾ വാങ്ങി. വന്ന ആ ഒരു സമയം തന്നെ കേട്ടോ. സൈക്കിൾ വാങ്ങിയിട്ട് അപ്പൊ അതിന് ഈ സൈഡില ഇത് വെക്കാൻ വേണ്ടി സൈഡില ഇതുണ്ടല്ലോ ചെറിയ കുട്ടികൾ ഓടിക്കുന്ന 2 ചക്ര സൈഡിലോട്ടോ. അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സ്പാൻഡർ ഇല്ല. എന്റെ വണ്ടിയിൽ സ്പാൻഡർ ഓൾറെഡി ഉള്ളതാണ്, കാറിലുണ്ട്. അപ്പൊ അവക്ക് എന്നോട് ചോദിച്ചാൽ മതി. ചോദിക്കാതെ അവള് എന്റെ ഫോണിൽ നിന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഏകദേശം ഞാൻ ഈ നാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ഓരോരുത്തരെ കാര്യങ്ങൾ ഇങ്ങനെ പറയും, നമ്മളെ കൂട്ടുകാരെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അതേപോലെ ഞാൻ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവന്റെ നമ്പർ ഫോണിൽ തപ്പിയെടുത്ത് അതിൽ തിരിച്ചു വിളിച്ചു. അത് വിളിച്ച് അവരായിട്ട് സംസാരിച്ച് സ്പാൻഡർ ഇന്റർണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്പാൻഡർ ആയിട്ട് വന്നു. നമ്മൾ സ്പാൻഡർ ആയിട്ട് എന്റെ റൂമിൽ വന്ന സമയത്ത് ഞാൻ പറയണ സ്പാൻഡറിന്റെ വണ്ടിയിലില്ലോ, നിന്നോട് ചോദിച്ചാൽ പോലെ ചോദിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ അങ്ങനെ പോയി. ഈ കാലങ്ങൾ അങ്ങനെ പോയ സമയത്ത് ഞാനൊരു ദിവസം റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവളിങ്ങനെ ഫോണിലാരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ശ്രദ്ധപ്പെട്ടു. ഞാൻ വന്ന സമയത്ത് പെട്ടെന്ന് കട്ടാക്കി. ഞാൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ആരാന്നുണ്ട്. അല്ല അവള് നാട്ടിൽ നിന്ന് ഒരു കോള് വന്നാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോളെ വിളിക്കുന്ന സമയത്തൊക്കെ ഫോൺ ബിസിയാണ്. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു ഇതുണ്ടല്ലോ എന്നുള്ള രൂപത്തില്. അപ്പൊ ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവായി. എന്നോട് ഒന്നും വിട്ടു പറയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതേപോലെ ഈ കൂട്ടുകാരന്റെ കൂടെ ഞങ്ങൾ രണ്ടാളും പോയി എടുക്കാൻ വേണ്ടി കമ്പനിയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവന്റെ ഫോൺ എന്റെ മുന്നിൽ വെച്ച് ടേബിളിന്റെ മുകളിൽ മുമ്പിൽ വെക്കുന്ന രൂപത്തിൽ അവളെ ഫോൺ അവന്റെ ഫോണിലേക്ക് വരും. എന്നിട്ട് ഞാനത് നോക്കി കണ്ടു സമയത്ത് അവന് എടുത്തിട്ട് ഹലോ ഇതാ ഞാൻ ഇപ്പം കൂടി തിരിച്ചു വിളിക്കട്ടോ, ഒരു പ്രശ്നമാണ്. ഞാൻ ആ നമ്പർ കാണുന്നുണ്ട്. അവളുടെ നമ്പർ വൈകാത്ത കാരണം ഞാൻ ഓളെ പേര് പോലും ഞാൻ എന്റെ മൊബൈലിൽ എഴുതി വെച്ചിട്ടില്ല. ഞാൻ നമ്പർ മാത്രമേ, കാരണം നമ്പർ എനിക്ക് ബൈഹാർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ അവളെ നമ്പർ ഫോൺ ഒരു ദിവസം ഞാൻ ചെക്ക് ചെയ്തപ്പോ ഇവനെ വിളിച്ച് ഒരുപാട് കേസ് അത് കണ്ടു സമയത്ത് എനിക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു എന്താ പറയാ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ. അങ്ങനെ ഞാൻ എന്താ പറയാ ഈ ടെൻഷനൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അമിത മദ്യം എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് ഞാൻ എത്തി. കാരണം എനിക്ക് മദ്യമില്ല എന്നുള്ള ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഞാൻ അങ്ങനെയും ഡൈവോഴ്സ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് പുറത്തോടെ എന്റെ ഗതി തന്നെയാണല്ലോ എന്നുള്ളത് വല്ലാത്തൊരു മനസ്സിന് മാനസികമായിട്ടൊരു പ്രയാസങ്ങൾ. അങ്ങനെ ഞാൻ എങ്ങനെ നോക്കിയിട്ടും എനിക്കത് മനസ്സിൽ നിന്ന് പോകുന്നില്ല, യോജിച്ചു പോകുന്നില്ല, വല്ലാത്തൊരു അകൽച്ച. ഞാൻ നാട്ടിലേക്ക് അവളെ പറഞ്ഞയച്ചു. നാട്ടിൽ വന്നു കുറച്ചൊരു 3-4 മാസം കഴിഞ്ഞപ്പോ ഞാൻ നാട്ടിലെത്തിയിട്ട് ഡൈവോഴ്സ് നല്ല രൂപത്തിൽ ചെയ്യാനുള്ള ഒരു പരിപാടിക്ക് ഞാൻ നോക്കി. അങ്ങനെ അവളായിട്ട് ഞാനും പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ അവളെ വീട്ടിൽ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ വെള്ളം അടിച്ചിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് അവളെ വീട്ടില് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് ഫോൺ ചെയ്ത സമയത്ത് ഫോൺ കട്ടാക്കി ഫോൺ ഓഫ് ആക്കി ഇട്ടിട്ട് വിളിച്ചാൽ കിട്ടാത്ത രൂപത്തില് ഞാൻ കള്ളു കുടിച്ച് കോഴിക്കോട് നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ തലശ്ശേരി വരെ പോയി. അവളെ വീട്ടിൽ പോയി ഡോറ് തുറന്നില്ല. തുറന്നായപ്പോ ഞാൻ അവളെ റൂമിന്റെ അവിടെ പോയിട്ട് കല്ലെടുത്തിട്ട് ഗ്ലാസ് അവര് കേസ് കൊടുക്കാൻ വേണ്ടി പോയി. എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഡൈവോഴ്സ് ആവാം, അപ്പൊ അല്ലാതെ വേറെ രൂപത്തൊന്നുമില്ല എന്നുള്ള രൂപത്തിലേക്ക് എത്തി. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവോഴ്സായി എന്റെ കുടി പറഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിലുള്ള രാവിലെ തുടങ്ങി കഴിഞ്ഞിട്ട് രാത്രി വരെ കുടിച്ച് ഈ സമയം പോലും എനിക്ക് മനസ്സിലാവില്ല. പകലാണോ അല്ലെങ്കിൽ രാത്രിയാണോ എന്നുള്ളത് ആ ഒരു ലെവലിലേക്ക് വരെ ഞാൻ. കാരണം
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദിവസം ഞാൻ കുടിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരന്റെ റൂമുണ്ട്. കുടിച്ചിട്ട് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചു മാറ്റി ഇറങ്ങിയാണ്. ഞാൻ രാവിലെ തന്നെ കുടിച്ച് ഏഹ് ഒരു 9, 9:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വാച്ചിൽ നോക്കുമ്പോൾ ഒന്നായിട്ട് പിന്നെ മഞ്ഞ് മൂടി കെട്ടി നിൽക്കുന്ന മാതിരി മഴക്കാറുള്ള ടൈമിൽ ഞാൻ വിചാരിക്കുന്നത് രാത്രി ആയല്ലോ ഭക്ഷണം, ഞാൻ എത്ര നേരമായി അവിടെ വന്നിട്ട് എന്നുള്ള ചിന്ത വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ബോധമില്ലാത്ത വല്ലാത്തൊരു ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചു. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ 2019 അല്ല 2018 ഡിസംബർ ലാസ്റ്റ് ആണ് അതേപോലെ കുടിച്ചിരിക്കുക കുടിച്ച് കാരണം അത്രത്തോളം ഞാൻ കുടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനൊന്നും ആരുടെ അടുത്തേക്ക് ഇങ്ങനെ കച്ചറ വിഷയം അങ്ങനത്തെ ഇതിലേക്കൊന്നും ഞാൻ പോയില്ല. പക്ഷെ എനിക്ക് തന്നെ ഒരു മാനസികമായിട്ടുണ്ട് വല്ലാത്തൊരു പ്രയാസം വരാൻ തുടങ്ങി. കാരണം കുടി എനിക്ക് ശരീരത്തിന് വയ്യാണ്ടാവുന്നു. എനിക്ക് എന്ത് ഒരു കാര്യത്തിനാണെങ്കിലും എനിക്ക് മദ്യമില്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. 24 മണിക്കൂർ എനിക്ക് കുടിക്കണം എന്നുള്ള ടെൻഡൻസി അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ടെൻഡൻസി എനിക്കില്ല. കുടി തന്നെ. എന്ത് എന്താ പറയാ ഈ അതായത് ഒരു നിമിഷം പോലും ഒരു സ്വബോധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കപ്പെടാതെ എങ്ങനെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് ഞാൻ എത്തി. ആത്മഹത്യ ചെയ്യുക അങ്ങനെ അതൊക്കെ ചിന്തിക്കാൻ വേണ്ടി മരണം എന്നുള്ള ഒരു കേസ്, കാരണം ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, എന്റെ കുടി കൊണ്ട് എന്റെ ശരീരം നഷ്ടപ്പെട്ടു. അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ ഒട്ടി ഒലിഞ്ഞ്, അതായത് മെലിഞ്ഞുണങ്ങി എന്നായിട്ട് എന്തോ ഒരു കോലില്ലാത്തൊരു അവസ്ഥയിൽ. കാരണം ഞാൻ എന്റെ പഴയ ഫോട്ടോയും ഇപ്പോഴുള്ള ആ ഒരു മുഖം ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് തന്നെ കരച്ചു വരും. കാരണം അത്രയും ഞാൻ ഒട്ടി പോയിട്ട് മുഖമൊക്കെ വല്ലാത്തൊരു ചോന്ന്, അതായത് മുഖം നന്നായിട്ട് പഴുത്തിട്ട് വല്ലാത്തൊരു അവസ്ഥയില്. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഞാൻ കോഴിക്കോട് തിരുവണ്ണൂർ അമ്പലത്തിന്റെ അവിടെ നടക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ന്യൂ ഇയറിന്റെ തലേന്ന് ഡിസംബർ 30 കുടിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം അവിടെ എന്റെ അടുത്ത് ഒരു കുളമുണ്ട്. ഞാൻ വിചാരിച്ചു ഈ കുളത്തിനെ കൊണ്ട് ചാടിയാലോ. ഞാൻ എന്റെ കയ്യിൽ കുപ്പിയുണ്ട്, ഞാൻ കുപ്പിയും പിടിച്ചിട്ട് നടക്കുക കുളത്തിന്റെ അങ്ങോട്ട്. അവിടെ ആൾക്കാർ ഗാനമേളമുണ്ട്, ജഗപുക ഉണ്ടാക്കുന്നുണ്ട്, പടകം പൊട്ടിക്കുന്നുണ്ട്, പല കേസും അതിന്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ പോവുക. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു എങ്ങോട്ടാണ്, നമ്മളൊന്നുമില്ല കുളത്തിന്റെ അടുത്ത് പോയിരിക്കാൻ വേണ്ടി കുറച്ചേരം അവിടെ പോയിരിക്കട്ടെ. അങ്ങനെ എന്താ പറയുക, അവൾക്ക് എന്തോ എന്റെ ഒരു സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നിയവർ, കാരണം ഞാൻ കരയുന്നുണ്ട്, കണ്ണെന്നൊക്കെ എന്റെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. ഞാനിങ്ങനെ ഈ ഡൈവോഴ്സിന്റെ കേസ് എന്റെ മനസ്സിലുണ്ട്. കാരണം കുടിക്കാൻ എനിക്ക് അന്നത്തേക്കുള്ളൊരു വല്ലാത്തൊരു കാരണം തന്നെയായിരുന്നു. കാരണം വല്ലാതെ എനിക്ക് കാലങ്ങളോളം ഉണ്ട് ആ ഒരു പ്രശ്നം. ഞാൻ കുളത്തിന്റെ അടുത്ത് എത്തി, അവിടെ കുറച്ച് നേരം ഇരുന്ന്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അവനെ പറഞ്ഞ് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇരിക്കാം. അങ്ങനെ കൂട്ടിക്കൊണ്ട് ഞാൻ പറയാം, എടാ എങ്ങനെയെങ്കിലും ഈ കൂടിയൊന്നും നിർത്തും, നിർത്തിയില്ലാണ്ടെങ്കിൽ ഒന്നും ഞാൻ മരിച്ചു. എനിക്ക് ജീവിക്കാൻ വലിയ ആഗ്രഹമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവിടുന്ന് കുറെ ഉപദേശങ്ങൾ ഇങ്ങനെ കിട്ടി. അങ്ങനെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഈ നിർത്തണം എന്നുള്ള ആഗ്രഹം എനിക്ക് കുറെ മുന്നേ അങ്ങനെ മെല്ലെ മെല്ലെ എന്റെ മനസ്സിൽ വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതേപോലെ ഞാൻ കണ്ണൂരിന്ന് ഇവിടുന്ന് ഞാൻ വരിക, അപ്പൊ എരഞ്ഞിപ്പാലം സിഗ്നലിന്റെ അടുത്ത് വണ്ടി നിന്നപ്പോ ഞാൻ അതേപോലെ വെറുതെ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അവിടെ ബോർഡ് എഴുതി വെച്ചിരുന്നു, മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണ്, ഏഹ് വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു സുരേഷ് കുമാർ ഡോക്ടർ എടുത്ത്. അങ്ങനെ ഞാൻ അവിടെ ഒരു ദിവസം അതേപോലെ ദിവസം എന്ന് പറഞ്ഞാല് ഈ ഒരു പിന്നെ ജനുവരി 2-ാം തീയതി 3-ാം തീയതി അവിടെ പോയപ്പോ രാവിലെ പോണത്, ഡോക്ടറെ എത്തിയില്ല. ഞാൻ നല്ല തരിപ്പുക. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റിക്കാരുണ്ട്, ഞാൻ വണ്ടിന്ന് അവിടെ വന്നിട്ട് നേരെ കാറായിട്ട് മുന്നിൽ വന്ന് നിർത്തി സെക്യൂരിറ്റിക്കാരെ നോക്കുന്നുണ്ട്. ഞാൻ നല്ല ആടി നല്ല മൂഡിലാണ് വരുന്നത്. അങ്ങനെ അയാൾ പിടിച്ച് ഇരിക്കവിടെ. എന്താ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഡോക്ടറിനെ കാണണം. ഡോക്ടർ വരാനായി. ഞാൻ സത്യത്തിന് ഇന്റെ കഥ, ഞാൻ കള്ളു കൂടി തുടങ്ങിയ തൊട്ടിട്ട് ആ നിമിഷം വരെയുള്ള കഥ ആ സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് അവിടെ ഞാൻ കരഞ്ഞു പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ പറഞ്ഞു വീട്ടിൽ ആരൊക്കെയുള്ള ആളുണ്ട്, ആരോടെങ്കിലും ഒന്ന് വരാൻ വേണ്ടി പറയുമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ വിളിച്ച് അനിയൻ വന്നു. ഡോക്ടർ ട്രീറ്റ്മെന്റ് 20 സെറ്റ് ട്രീറ്റ്മെന്റ് അവിടെ കിടന്ന് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് മുഖമൊക്കെ തുടിച്ച് നല്ല വെളുത്ത് ഒരു പഴയ ഒരു രൂപത്തിലേക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. ഞാൻ അവിടെ പിന്നെ ഇതേപോലെ എന്റെ മീറ്റിംഗ് ഒക്കെ അവിടെ വരും.
അപ്പൊ വരുമ്പോ അവിടെ എനിക്കൊരു കാർഡൊക്കെ തന്നിന് വിളിക്കാൻ വേണ്ടിട്ട്. എനിക്ക് എന്താ മീറ്റിംഗ് ഏതാവുമ്പോ എനിക്കറിയാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി പിന്നെ വീട്ടിൽ തന്നെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ മൈസൂരിന്റെ ഒരു ക്രഷർ എടുത്തു. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു രൂപം എനിക്ക്. അപ്പൊ തുടക്കത്തില് ഞങ്ങൾ 3 പാർട്ണറാണ്, ഞാനും എൻ്റെ ഒരു സുഹൃത്തും വേറൊരു കമ്പനിയിലെ 3 ആള്. അപ്പൊ 4 മാസം ഒരാള് ഇങ്ങനെ നിൽക്കല്. അപ്പൊ ഇന്റെ 4 മാസം ഞാന് അവിടെ പോയി നിന്ന സമയത്ത് ഇതേപോലെ തന്നെ അവസ്ഥ. കാരണം തുടക്കത്തിലൊക്കെ ഞാൻ അവർക്ക് എന്താണ് ഒരാളായിട്ട് ഇങ്ങനെ നിന്ന്. പിന്നെ അവരിതേപോലെ പണി കഴിഞ്ഞ് കഴിഞ്ഞാല് വൈകിട്ട് രണ്ടെണ്ണം അടിക്കും. ആ ഒരു രൂപത്തിലുള്ള ഒരു ഡീൽ ചെയ്തത്. ഞാനും കൂടി അവിടെ കൂടി ചേർന്ന സമയത്ത് പകല് തൊട്ടിട്ട് തന്നെ എല്ലാവരും കഴിയാൻ ആ ഒരവസ്ഥയിലേക്ക് ഞാൻ പ്രഷർ എത്തിച്ച് അവിടെയുള്ള ആൾക്കാർ എത്തിച്ച്. പിന്നെ ഒരു ദിവസം ഇതേപോലെ ഇവര് എന്തോ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോണ സമയത്ത് പ്രഷറിൽ വെറുതെ വന്നു. ഞാൻ പണിക്കാർ കിടക്കുന്ന അവരെ ഷെഡില് ഞാൻ നിലത്തൊരു തുണി വിരിച്ചിട്ട് എന്റെ പാന്റും ഷർട്ടിൽ ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ട് കറിന്റെ കറണ്ട് വെള്ള ഷർട്ടിൽ ഒന്നായിട്ട് ചളിയാണ്. ആ ഒരു അവസ്ഥയിൽ അവരെന്നെ കണ്ടപ്പോ എന്താണ് എന്റെ കോലം നോക്കി. ഞാനൊന്നുമില്ല, കുളിച്ചു മാറ്റി, അവർക്ക് കുളിച്ചു മാറ്റി ഇനി വണ്ടിയിലിട്ട് അവർ പോയി. ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് എന്നോട് പറഞ്ഞു പരിപാടി ശരിയാവില്ല, ഒന്നെങ്കിൽ ഈ ഒഴിവാകുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വരണ്ട. ആയിക്കോട്ടെ, ഞാൻ വരുന്നില്ല. അങ്ങനെ അതൊരു മാസം ഒരു ഇതിൽ കിട്ടുന്ന ഇതിലൊക്കെ ആയി. അങ്ങനെ നിന്ന് അങ്ങനെ പോരുന്ന സമയത്താണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോണത്. അത് പോയി ഞാൻ രണ്ടാമത് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇറങ്ങി. കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ തുടർച്ചയായിട്ട് പോയി. മീറ്റിങ്ങിനൊന്നും ഞാൻ പോയില്ല, കാരണം ഇവിടുത്തെ കാർഡുണ്ട്, ഞാൻ ആരും വിളിക്കാനോ പിടിക്കാനോ. അത് കഴിഞ്ഞിങ്ങനെ കുറച്ച് ഒരു 2-3 എന്നോട് ഡോക്ടർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മദ്യമുള്ള സ്ഥലത്തേക്ക് പോകരുത്, പിന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരികയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസോ വെള്ളമോ അതൊക്കെ കുടിക്കുക, ഒരു വയറൊരിക്കലും പിന്നെ ഇതാക്കി വിടരുത്, സഹിച്ച് നിൽക്കരുത്, വിശക്കുന്ന സമയത്ത് അപ്പം ഭക്ഷണം കഴിച്ചോളണം, ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് മെല്ലെ മെല്ലൊക്കെ. അങ്ങനെ ഇതേപോലെ പിന്നെ വീട്ടിൽ എനിക്ക് രണ്ടാമത് കല്യാണം ആലോചിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എങ്ങനെങ്കിലും ഒരു പെണ്ണിനെ കിട്ടണം എന്നുള്ള വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാരെ ചോദ്യങ്ങളും ഡിവോഴ്സായ കേസ് നാട്ടിൽ ഇറങ്ങി വെള്ളടിക്കാരനാണെന്നുള്ളത് പൊതുവെ ഇന്നറിയുന്ന എല്ലാവർക്കും അറിയാം, ഭയങ്കര വെള്ളമാണ്. ആ രൂപത്തിലൊക്കെ എത്തി. അപ്പൊ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒരു പെണ്ണ്, ഞാൻ പല കേസും നോക്കി, അതേപോലെ പേപ്പറിൽ പരസ്യം കണ്ടാവും നോക്കും, 2-3 കുട്ടികൾ ആരാലും വീട്ടിൽ നോക്കിയൊക്കെ വിളിച്ചു നോക്കാന്ന് വിചാരിക്കും. ആ രൂപത്തിലേക്ക് എത്തി. ഞാൻ അവസാനം വീട്ടിന്റെ അടുത്തുള്ള ഒരാൾ തന്നെ അതേപോലെ ഒരു പെണ്ണുണ്ട് കാണിച്ചെന്ന്. കുഴപ്പങ്ങളൊന്നും അവളെ ഫസ്റ്റ് കല്യാണം എന്റെ രണ്ടാം. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പെണ്ണെടുത്ത് ഞാൻ അങ്ങനെ വെള്ളത്തിൽ മദ്യം കഴിക്കുന്ന ഒരാളാണ്. അവർക്കൊക്കെ റിസൾട്ട് അന്വേഷിക്കാൻ വേണ്ടി വന്ന സമയത്താണ് റിസൾട്ട് അവർക്ക് കിട്ടി. അപ്പം എന്നെ ആ പെണ്ണ് വിളിച്ചിട്ട് കുറെ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ കുടിക്കുന്നില്ല, കാരണം ഞാനന്ന് കുടി നിർത്തിയാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞാലും എന്റെ കല്യാണം കഴിഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രൂപ. കാരണം ഞാൻ ഒരു കല്യാണം കഴിച്ചത് കൊണ്ട് ഒരു ജീവിതം ഞാൻ അനുഭവിച്ചതിനെ കൊണ്ട് എനിക്ക് അതിന്റെ എല്ലാ വശങ്ങളും കാര്യങ്ങളും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവരിതിൽ കൂടി കിട്ടുന്ന സമയത്ത് ഞാൻ വളരെയധികം സന്തോഷിച്ചു നിന്ന ആ ഒരു സമയത്ത് കുടുംബമൊക്കെ ആയിട്ട് നല്ല രൂപത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു സമയം. അപ്പൊ ഹലോ, പറയൂ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. അതിനുള്ള കൂടി സൗണ്ട് കേൾക്കുന്നത് ജിജി ചേട്ടൻ മ്യൂട്ട് ചെയ്താൽ നോക്കി. ഓക്കെ. അങ്ങനെ പോകുന്ന സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രൂപത്തിൽ ഇനി പോകണം. അപ്പൊ അതിനിടയ്ക്ക് ഇതേപോലെ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കൂടേണ്ട ആ ടൈമിൽ എന്നെ വിളിച്ചു. ഞായറാഴ്ച ഞാനന്ന് കല്യാണം കഴിഞ്ഞിട്ടൊരു 2 ദിവസം 3 ദിവസത്തായി. അപ്പൊ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചൊരു ദിവസമാണ്, ഭാര്യ വീട്ടിലേക്ക് ആദ്യമായിട്ട് നീ എന്റെ വീട്ടുകാരൊക്കെ ക്ഷണിച്ചോ. അന്നാണ് ഈ വീട്ടിലെ കൂടൽ. എന്റെ ഭാര്യ വീട്ടിലേക്ക് ഞാൻ വൈകുന്നേരമാണ് പോകേണ്ടത്. വീട്ടുകൂടലിന് ഞാൻ ഉച്ചക്ക് അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പെട്ടെന്ന് പോരാ എന്നുള്ള രൂപത്തിൽ അവിടെ പോയി. അവിടെ സുഹൃത്തുക്കളൊക്കെ മദ്യം കഴിക്കുന്നുണ്ട്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കൂടെ പോകുന്നു. വീണ്ടും അവരെന്നെ വിളിച്ച് നമുക്കിവിടെ 2 പാട്ടൊക്കെ പാടി ഇവിടെ ഇരിക്കുക പറഞ്ഞു.
ഞാനേതായാലും വൈകുന്നേരമല്ലേക്ക് പോകണ്ടേ, സമയം ഉണ്ടല്ലോ, കുടിക്കൂല എന്നുള്ളൊരു വല്ലാത്തൊരു ഇതന്നെ ഇനി മനസ്സിലുള്ളു. പക്ഷെ ഞാൻ അവിടെ പോയി അവര് കഴിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോ എനിക്ക് എന്റെ കൈയാകെ വിറയ്ക്കാൻ വേണ്ടി തുടങ്ങി. വല്ലാത്തൊരു വെപ്രാളം, ഒരു വയർക്കുന്ന മാതിരി, ഒരു പെഗ് അടിച്ചു നോക്കാന്നുള്ള മൂഡിലേക്ക് ഞാൻ എത്തി. ഒന്ന് രണ്ട് വട്ടം അവർ നിർബന്ധിച്ച സമയത്ത് ഈ വേണ്ടാന്നുള്ള രൂപത്തിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് അധികം നേരം ഒന്നും പിടിച്ചിരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഞാൻ അതിൽ നിന്നൊരു സാധനം, ഒരു പെഗ് എടുത്തടിച്ച്. ആ പെഗ് അടിച്ച് എനിക്കൊന്നും ആയില്ല. അപ്പം തന്നെ 2 3 പെഗ് ഞാൻ അടിച്ചപ്പോൾ ഒരു സുഖം കിട്ടി. ആ സുഖത്തിന്റെ മുകളിൽ ഇങ്ങനെ പോയി 1.5 ലിറ്റർ സാധനം ഞാൻ തന്നെ വാങ്ങിച്ചു. അവിടെ ഇരുന്നിട്ട് ഞാൻ തന്നെ കഴിച്ച്. വൈകുന്നേരം വീട്ടിൽ പോകാനുള്ള ആ ഒരു ഇതിലേക്ക് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഫോൺ എടുക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഞാൻ ഫോൺ ഓഫാക്കിയിട്ട് അവിടെ ഒരു കാറുണ്ട്. ആ കാറിൽ ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ എന്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പോയി ഒന്ന് പിയാപ്പിളോടെ ഒന്ന് വെച്ചപ്പം പിയാപ്പിളോടെ ഇല്ല, എറണാകുളം പോയതാണ്, ഒരു വീട്ടില് കളവ്. വല്ലാത്തൊരവസ്ഥ. കാരണം പുതിയ കല്യാണം കഴിച്ച പെണ്ണും ഞാനൊരു വീണ്ടും കുടിച്ചെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു. ഇന്നെനിക്ക് എന്താ പറയാ, ആ കുടി എനിക്ക് നിർത്താൻ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. ഈ ദിവസം കുടിക്കണം എന്നുള്ള ടെൻഡൻസി. അതേപോലെ തന്നെ ഞാൻ രാവിലെ ഇറങ്ങും ബാറിൽ, അലകാപുരി ബാറുണ്ട്. ഞാൻ രാവിലെ 10 മണിക്ക് ആ ബാർ തുറക്കുമ്പോൾ ഞാനാ ഫസ്റ്റ് അവിടെ പോയി ഇരിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് അടയ്ക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് അവിടുത്തെ ലാസ്റ്റ് കസ്റ്റം. ഇറങ്ങി പോകാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ പോയി. അങ്ങനത്തെ ഒരു കുടിയായി. ഉച്ചക്ക് ചിലപ്പോൾ ചില സമയത്ത് മാത്രം ഉച്ചക്ക് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാൻ നിൽക്കല്ലാണ്ട് വേറെ ഡെയിലി ഒരു 5,000 റുപ്യ 6,000 റുപ്യ ഡെയിലി ബില്ല്. ഈ രൂപത്തിലേക്കുള്ള കുടിയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ബാറിലൊക്കെ വന്ന് ഒരുപാട് കമ്പനിയായി. അത് ഏകദേശം ഒരു 5-8 മാസം വരെ ആ ഒരു കുടി ഇങ്ങനെ തുടർന്നത്. അത് തുടർന്ന് പോയ സമയത്ത് പിന്നെ ഞാൻ കമ്പനിയൊക്കെ ഒന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തി. അടിയൊന്ന് കുറയ്ക്കണം, കുറച്ച് കൊണ്ടുവരാം. വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ തന്നെ. അതിന്റെ ഇടയ്ക്ക് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഒന്ന് തിരഞ്ഞു വീട്ടിലേക്ക് തന്നെ എന്റെ കുടിന്റെ പ്രശ്നം കൊണ്ട് വീട്ടിലേക്ക് തെറ്റി വന്ന് വീട്ടിലായി താമസം. അങ്ങനൊക്കെ കൂടിയായി. ശരിക്കും പറഞ്ഞാൽ എങ്ങനെങ്കിലും വീണ്ടും നിർത്തണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ ഇതേപോലെ വീണ്ടും ഞാൻ സുരേഷ് കുമാർ ഡോക്ടറായിട്ട് വിട്ടു. ഞാൻ പറയും വീട്ടിൽ പിടിച്ചോയി നടക്കും. ആ പേപ്പറിലെ ഫയലിൽ അയാൾ ഒരു വിട്ടിട്ടിട്ട് ആ വിട്ടൊരു ഇവിടെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. സാറേ എനിക്ക് എങ്ങനെങ്കിലും നിർത്താൻ വേറെ ഒരു വഴി എനിക്ക് കാണുന്നില്ല. കുറെ ഞാൻ അയാളെ മുന്നിൽ കരഞ്ഞപ്പോ അയാൾ പറഞ്ഞു 10 ദിവസം കൂടി നോക്കാൻ വിട്ട്. അങ്ങനെയാണെന്നാണ് 10 ദിവസത്തെ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് എടുത്തു. അന്ന് ഇതേപോലെ ഞാൻ അവിടെ നിന്ന സമയത്ത് ഒരു ഏന്റെ മീറ്റിംഗ്. അപ്പം അവരിങ്ങനെ ഓരോ കേസ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്. കാരണം പല ഭാഗം ഞാൻ പോയ വയ്യന്നെ. അവര് പറയുന്ന കേസും എന്റെ ജീവിതം തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അതെനിക്ക് എന്താ പറയാ, വല്ലാണ്ടൊരു ഫീലായി. അങ്ങനെ ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ഞാൻ ഒരാളെ വിളിച്ച് സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. മീറ്റിങ്ങിന് പോയി. തുടക്കത്തിലൊക്കെ ഞാൻ ഭയങ്കര ആവേശത്തിലാണ് പോയത്. ഒരു 2-3 മാസം വരെ ഞാൻ മീറ്റിങ്ങിന് തുടർച്ചയായിട്ട് പോയി. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തില് ആ കുടിയൊക്കെ നിർത്തി. ഞാൻ എന്റെ എന്താ പറയാ, പിന്നെ ഞാൻ കുടിച്ച ആ ഒരു കാര്യങ്ങൾ വീട്ടുകാർ വരെ പോയി മറന്നുപോയൊരു സംഭവം. കാരണം ഒരു 10 മാസം വരെ എനിക്ക് ആ ഒരു സ്വസ്ഥമായിട്ടുള്ള രൂപത്തിലേക്ക് കിട്ടി. ആ മീറ്റിംഗ് കൂടുതൽ, മീറ്റിംഗ് ഡെയിലി പോകും. വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് മീറ്റിംഗ് മിസ്സായി. ആ ഒരു രൂപത്തിലേക്ക് എത്തി. തുടക്കത്തിലൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടോ പിടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ അങ്ങനെ പോയിരിക്കുമ്പോ എനിക്കെന്തോ ഒരു പോസിറ്റീവ് എനർജി ഞാൻ അറിയാണ്ട് എന്റെ ശരീരത്തിൽ കയറുന്ന വരെ എനിക്ക് തോന്നി. കാരണം എനിക്കിത് ഒരിക്കലും നിർത്താൻ പറ്റൂല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. കാരണം മെഡിസിനെ കൊണ്ട് ഇന്നെ കഴിച്ചിലാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ 2 ട്രീറ്റ്മെന്റ് എടുത്ത 2 പൊട്ടിയാളാണ്. അങ്ങനെ അതിന്റെ ഇടക്കാണ് ഈ കൊറോണ വരും. കൊറോണ വന്ന സമയത്ത് ഇതേപോലെ പിന്നെ അധികം വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്തോ ഒരു ആവശ്യത്തിന് ഞാൻ കോഴിക്കോട് വന്നപ്പോ എനിക്ക് ഇതേപോലെ ഒരാൾ സാധനം 500 സാധനം തോന്നി. സാധനം ഞാനത് വണ്ടിയിലിട്ടു. സത്യത്തിൽ എന്നോട് അത് മറന്നു വയ്ക്കുന്നു വണ്ടിയിൽ ആ സാധനം ഉള്ളത്. ഞാൻ കുറെ ദിവസം വണ്ടി തന്നെ സാധനമുള്ള കേസൊക്കെ ഞാൻ മറന്ന് കുറെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ അതേപോലെ എന്നെ വിളിച്ചിട്ട് ഇവിടെ വിളിച്ച് അവിടെ ടൗണിലുണ്ട്, ഒന്ന് അർജന്റായിട്ട് ഒന്ന് കാണണം. ആയിക്കോട്ടെ കാണാം. അപ്പോ
ഞാൻ ഈ എന്താ വെച്ചാൽ ഈ കുടി നിർത്തിയ സമയത്ത് കുറെ ബന്ധങ്ങളൊക്കെ ഞാൻ വിട്ടു. കുടിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഞാൻ വിട്ടു. എല്ലാരോടും മാറി നിന്ന്. ഞാൻ അവരുടെ അടുത്ത് പോകുന്നില്ല എന്നുള്ളൂ. കുടി നിർത്തിയിരിക്കുന്ന ആ കേസുകളൊന്നും അവർക്ക് അറിയില്ല. ഞാൻ അവനെ കണ്ടപ്പോ എന്താ പറഞ്ഞടാ, ഇത് നമുക്ക് 500 സാധനം വാങ്ങി കിട്ടി, നമുക്ക് രണ്ടാൾക്ക് പഠിക്കുക. ഞാൻ പറഞ്ഞു വേണ്ട, അടി നിർത്തിയ കുറച്ചായിട്ട് പഠിക്കില്ല. എന്നായിക്കോട്ടെ, നന്നായി അടിക്കാം. അങ്ങനെ കുറച്ചു നേരം അവനോട് വർത്താനം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എടാ ഇന്റെ കൈ വണ്ടിയിൽ ഒരു സാധനം കാണും, ഇത് തോന്നി ഞാൻ നോക്കാറുണ്ട്. ഞാൻ വണ്ടി നോക്കുമ്പോ വണ്ടിയിൽ സാധനം ഉണ്ട്. ഞാൻ പറയും അടിച്ചോ, അത് കൊടുത്ത് അവൻ പറയാ അമ്മ കുറച്ചു നേരം അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി അവന്റെ അടുത്ത് കുറച്ചു നേരം ഞാൻ സംസാരിച്ചിരുന്ന സമയത്ത് ഫസ്റ്റ് എന്നോട് പറഞ്ഞു ഈ അടിക്കില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നിർത്തിയാന്ന്. അങ്ങനെ ഈ ഒരു എന്താ പറയാ, ഇത് തുടർന്ന് പോയപ്പോ എനിക്കും അധികം നേരം പിടിച്ചേക്കാൻ വേണ്ടി വീണ്ടും ഞാൻ അന്ന് ഞാൻ കുടിച്ച ആ ഒരു കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരണം എനിക്ക് ബോധമില്ല. ഞാൻ വൈകുന്നേരമാകുമ്പോ ഞാൻ വൈകുന്നേരമാണ് കുടി തുടങ്ങിയത്. രാത്രി ആകുമ്പോഴേക്കും ഞാൻ അതിനുമാത്രം സാധനം അടിച്ചിട്ട് എനിക്കൊരു ബോധമില്ല. ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ സ്ഥലം മനസ്സിലാവുന്നില്ല. പിന്നെ വണ്ടി ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അവിടെയുള്ള ആൾക്കാർ എന്നെ വണ്ടിയിലിട്ടിട്ട് എന്റെ നാട്ടിലേക്ക്, എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഇവരോട് പറയുന്നുണ്ട് ഇന്ന ഇവിടെ കിടത്തിക്കാൻ ഞാൻ പോകുന്നില്ല. അപ്പൊ അവർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവര് എനിക്കാണെങ്കിൽ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വീട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്റെ വീട്ടിലേക്കുള്ള വഴി അവർക്ക് അറിയുന്നത്. വീട്ടിലെത്തി ഞാന് രണ്ടാളെ തോളില് രണ്ട് കൈയും വെച്ചിട്ടാണ് പോകുന്നത്. ആ രണ്ടാളെ കൈ രണ്ട് തോളിലും വെച്ച് എങ്ങനെയൊക്കെല്ലോ ബെഡിലാക്കി വീട്ടിലാണെങ്കിൽ അന്ന് വരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ വിശ്വാസവും വീട്ടുകാർക്ക് പോയി. കാരണം ഞാൻ വീണ്ടും പിടിക്കൂല എന്നുള്ളത് ആ ഒരു ലെവലില്. കാരണം അങ്ങനെ ആക്കി എടുത്തിനി. വീട്ടില് ഞാൻ കയറിയപ്പോ രാത്രി പാതിരാത്രിക്കാണെങ്കിൽ ഞാൻ കുടിച്ചിട്ടല്ല വരിക എന്നുള്ളൊരു ചിന്തയായി. പക്ഷെ വീണ്ടും തെറ്റി പോയി. അങ്ങനെ ആ കുടി ഞാൻ എന്താ പറയാ, കുറെ കാലങ്ങളോളം എൻ്റെ ഒരു സുഹൃത്തിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിലൊരു കുടിയിനി അവസാന ഘട്ടത്തിലുള്ളത്. എല്ലാരും പോയി കഴിഞ്ഞാലും പിന്നെ 10-11 മണിയാകുമ്പോഴത്തേനും എല്ലാരും അവിടുന്ന് പിരിയും. എല്ലാരും കുടിച്ച് അവർ ആ സന്തോഷം കണ്ടെത്തി അവർ വീട്ടിൽ പോകും. പക്ഷെ എനിക്ക് ഞാൻ പോകൂല. ഞാൻ എപ്പോഴും അവിടെ ഇരുന്ന് കടിക്കുന്നുണ്ട്. ഒറ്റക്ക് ഉണ്ടാവില്ല ആ റൂമിൽ. ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായി. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാല് ഞാൻ സത്യത്തിൽ എത്രയോ രാത്രി ഞാൻ എന്റെ സ്വന്തം നേലിനോട് ഒറ്റക്ക് ഇരുന്നിട്ട് ഞാൻ വർത്താനം പറയും. എന്റെ കഥ ഇങ്ങനെ ഓരോ സങ്കടം പറയും. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരിയ ഒറ്റക്ക് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് സ്വന്തം നേലേ ഉണ്ടാവുള്ളൂ. ആ നേലിനോട് ഞാൻ വർത്താനം. ഒരുപാട് ദിവസങ്ങൾ ബ്ലാക്ക് ഔട്ട് സ്റ്റേജ്, ആ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ. പിന്നെ ഡിഗ്രി ഇത് രാവിലെ നല്ലൊരു രൂപത്തിൽ പാന്റ് ഷർട്ട് ഇട്ടിട്ടാ കിട്ടുന്നു. സ്ഥിരൊക്കെ ഇട്ടിട്ട് കുളിച്ച് മാറ്റിട്ടൊക്കെ വീട്ടുന്നു. ഇറങ്ങി കയറി ചെല്ലുമ്പോ പാന്റ് ഫുള്ള് ഗ്രീസ് ഓയിൽ ഈ ഒരു ലെവലിലേക്കുള്ള ഇതിലേക്ക് എത്തി. വല്ലാത്തൊരു മാനസികാവസ്ഥ. അവസാനത്തെ ഒരു കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലുള്ള കുടി. ശരീരത്തിനും രാത്രി വാക്കുകൊണ്ട് കുളിക്കുമ്പോ വെള്ളമൊക്കെ മേലെ തട്ടുമ്പോ ഇങ്ങനെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വീണ്ടും ഞാൻ ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ലാന്ന് തോന്നി. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് ഈ പോയ സമയത്തുള്ള കുറെ ബന്ധങ്ങളുണ്ട്. അഖിലേഷ് ആയിക്കോട്ടെ, മധുരിയ, ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധങ്ങളാണ്. അങ്ങനെ ഞാനൊരു അഖിലേഷിനെ വിളിച്ച് അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് എത്തിപ്പെട്ട് ചിക്കോട്ടെന്നെ വിളിക്കാൻ വേണ്ടി നേട്ടം വിളിക്കാൻ വേണ്ടി വീഡിയോ കോൾ തന്നെ സംസാരിക്കും. ചമ്മക്കെ ലൈജോട്ടം വിളിക്കും. അമ്മക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചില കോളുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നത്. ഞാൻ എപ്പോഴൊക്കെ കുടിച്ചിരിക്കുക. ഞാനത് ഇവരോട് ആരോടും പറഞ്ഞില്ല. ആ സമയത്ത് അതേപോലെ എനിക്ക് ആ ഒന്ന് പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവരെ എങ്ങനെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ട് എനിക്ക് വിജയിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഞാൻ അതേപോലെ കോഴിക്കോട് മനോഹർ ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെന്റ് അല്ല കാണിക്കാൻ വേണ്ടി വയറിന് ചെറിയ രണ്ട് മൂന്ന് മെഡിസിൻ എങ്കിലും അത് കുടിച്ച് ഞാൻ കൃത്യമായിട്ട് ഒരാളെ നമ്പർ
കമ്മത്തലയും നവഗീതം ഗ്രൂപ്പ് ചേർന്ന് വിജയം ഒരു പെരുന്നാള് ഒരു 3 മാസം മുന്നേ, അതായത് ഇന്നൊക്കെ 208 ദിവസമായി. ഒരു 2 മാസം മുന്നേ ഞാൻ ചേട്ടനെടുത്ത് പോയി ആ മീറ്റിങ്ങിന് കയറിയത്. ആ മീറ്റിങ്ങിന് കയറിയിരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ ഷെയർ വല്ലാണ്ട് പഠിക്കും പല കാര്യങ്ങളും അന്ന് നോക്കിയിട്ട്. പിന്നെ എനിക്ക് ഇതിനോട് ഞാൻ ഈ ആൽക്കഹോളിക് അനോണിമസ് എന്ന ഈ പ്രോഗ്രാം സത്യത്തിൽ ഞാൻ സ്നേഹിക്കാൻ വേണ്ടി. കാരണം എനിക്ക് വേറൊരു വഴി എന്റെ മുന്നിലില്ല, വേറെ ഒരു വഴിയില്ല. ഈ ഒരു പ്രോഗ്രാമിൽ കൂടി സഞ്ചരിക്കല്ലാണ്ട് വേറൊരു വഴിയും എന്റെ മുന്നിലില്ല. തുടക്കത്തിലൊക്കെ ഒരു മന്തിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, കാരണം ഞാൻ എന്താ പറയാ, ഈ മദ്യാസക്തി എന്ന് പറയുന്നത് എനിക്ക് ഇന്നെ സംബന്ധിച്ച് ചെയ്തിട്ട്, കാരണം വല്ലാത്ത ആഗ്രഹമുണ്ട് നിർത്തണമെന്നില്ല, എന്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട്. ഈ 24 മണിക്കൂർ ഒരു പ്രോഗ്രാം ഇന്നെ വല്ലാണ്ട് ആകർഷിച്ചു. കാരണം ഞാൻ അവിടെ പോയിരുന്ന് മീറ്റിംഗ് കഴിഞ്ഞാലും ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോകും, അവിടെ ഇരിക്കും. കാരണം ആ ടൈമൊക്കെ എനിക്ക് പ്രശ്നങ്ങളുടെ ടൈം രാത്രി. അപ്പൊ ഞാൻ ഏകദേശം ഒരു 11 11:30 വരെയൊക്കെ അവിടെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. വീട്ടിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ആയി മെല്ലെ മെല്ലായി. വീട്ടുകാരും ഈ ഒരു കാര്യങ്ങൾ മറക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുന്നു, സമാധാനമായി വീട്ടിൽ. അപ്പം ഇന്ന് ഞാൻ സത്യത്തിന് ഈ ആൽക്കഹോളിക് അനോണിമസിനെ വല്ലാണ്ട് സ്നേഹിച്ചു. സത്യം പറയാ, കാരണം ഇതിലെ അല്ലാണ്ട് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഒരു തോന്നലാണ്. കാരണം ഞാൻ എന്താ പറയാ, ഈ ഒരു ഇരുട്ടിനെ പേടിച്ച ഒരാള്. അല്ലാതെ നമ്മള് ഈ മദ്യാസക്തി എന്ന് പറഞ്ഞ സംഭവം വല്ലാത്ത ഇല്ല. ആ ഇരുട്ടിനെ പേടിച്ചപ്പോ ഒറ്റയ്ക്ക് നമുക്കൊരു ഇരുട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു പേടിയുള്ള സ്ഥലത്തേക്ക് പോകാൻ ഒരു പേടിയ. പോകുമ്പോഴുള്ള ആ ഒരു സമാധാനത്തിൽ പോകുമ്പോഴുള്ള ഈ ഒരു കിട്ടിയ സമയത്ത് ഇതിലൂടെ അങ്ങോട്ട് സഞ്ചരിക്കാൻ വേണ്ടി ഇന്ന് എന്തായാലും സമാധാനത്തിൽ കുടുംബത്തിനോടൊത്ത് ഞാൻ സന്തോഷവാനാണ്. ഈ വിഷയങ്ങളൊന്നുമില്ല. സാധാരണ വീട്ടിലുള്ള ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അതൊക്കെ അതിജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. കാരണം പല ആൾക്കാരെ ഷെയറിങ് എനിക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റുമ്പോൾ എനിക്ക് എന്താ പറയാ, ജീവിതം ഏതൊരു എന്റെ കയ്യിന്റെ കൺട്രോളിൽ നിന്ന് വിട്ടുപോയ ഒരുപാട് ഭാഗങ്ങൾ എനിക്ക് ഇതിൽ കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റുന്നു. എന്തായാലും ഇന്ന് ഞാൻ എന്താ പറയാ, വളരെയധികം സന്തോഷിച്ചു. ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഫാമിലി മീറ്റിംഗ് ഉണ്ടെങ്കിൽ എന്റെ വൈഫിന്റെ കൂടെ വന്നിരുന്നു, അവളെ കൂട്ടി ഞാൻ വന്ന് ഇന്നിപ്പോ ഉച്ചയ്ക്ക് കൂടെ പറവൂരിൽ സുധാമേട്ടന്റെ എടുത്തിട്ട് അതിന് പോയി. അപ്പൊ ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ആൽക്കഹോളിക് അനോണിമസ് ഒരു കൂട്ടായ്മയുണ്ട്, അതിന്റെ നടുവിലാണ്. കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതന്നെയാണ് ഇപ്പൊ സത്യത്തിന് എന്റെ ഒരു ബലം. ആ ബലത്തിലൂടെ ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട്, കാരണം എന്താ പറയാ, ഏറ്റവും ഏറ്റവും എനിക്ക് വലുതായിട്ട് തോന്നുന്നത് എന്റെ കുടുംബത്തിലുള്ള ഒരു സമാധാനം. അവരാ ഒരു സന്തോഷം കാണുമ്പോൾ, കാരണം എന്നെ കൊണ്ട് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ, കാരണം ഒരു സമയത്ത് എന്നെ കൊണ്ട് കിട്ടാത്ത ഒരുപാട് സമാധാനങ്ങൾ അവർക്ക് ഇന്ന് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, വല്ലാത്തൊരു മനസ്സിൽ കിട്ടുന്ന സന്തോഷം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷെയറിങ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും എനിക്ക് കിട്ടിയൊരു ബോധാവസ്ഥ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.